ഇലന്തൂർ നരബലി അടുത്ത കാലത്തായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. സമ്പത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി 2 സ്ത്രീകളെ വളരെ ക്രൂരമായ രീതിയിൽ കൊല ചെയ്തു. നമുക്കറിയാം, കേരളത്തിൽ ഇതാദ്യമായല്ല നരബലി നടക്കുന്നത്. പലപ്പോഴായി പല മാധ്യമങ്ങളിലൂടെ നമ്മൾ ഇത്തരത്തിലുള്ള ഇരയാക്കപ്പെട്ടവരുടെയും ഇരയാവുന്നതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടവരുടെയും ഒക്കെ വാർത്തകൾ വായിച്ചിട്ടുള്ളവരാണ്. നരബലി നൂറ്റാണ്ടുകളായി നമ്മുടെ സമൂഹത്തിൽ നടന്നുവരുന്ന ഒരു ദുരാചാരമാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ പലതരം ചോദ്യങ്ങളാണ് ജനമനസ്സുകളിൽ ഉയരുന്നത്. ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങളും ഇലന്തൂർ സംഭവത്തിന്റെ മനഃശാസ്ത്രപരവും സാമൂഹികപരവുമായ വിശകലനങ്ങളും സമാനമായി കേരളത്തിൽ നടന്ന ചില സംഭവങ്ങളെക്കുറിച്ചുമാണ് ഇനി പറയാൻ പോകുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ മനുഷ്യനെ പുരോഗതിയുടെ പാരമ്യത്തിലേക്ക് കൊണ്ടു നിർത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, അല്ലെങ്കിൽ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമോ എന്നതാണ് ഇതിലെ പ്രധാന ചോദ്യം. കയ്യിലെ ഫോണിലും സഞ്ചരിക്കുന്ന വാഹനങ്ങളിലും പാർക്കുന്ന വീടുകളിലും പെരുമാറുന്ന ആയുധങ്ങളിലും മാത്രമാണോ പുരോഗതിയും പരിണാമവുമൊക്കെ? മനുഷ്യ മനസ്സിനെ ഇതൊന്നും ബാധിക്കുന്നില്ലേ? വിശ്വാസവും അന്ധവിശ്വാസവും എന്നൊന്നില്ല എന്നാണ് പല തത്വചിന്തകരും പല കാലങ്ങളിലായി പറയുന്നത്. വിശ്വാസം അത് അന്ധമാണ്. അന്ധം അല്ലെങ്കിൽ അന്ധത എന്നാൽ കാണാൻ കഴിയാത്തത്, ഇരുട്ട് എന്നൊക്കെ പറയാം. ഇതിന് നമുക്ക് നല്ല അർത്ഥത്തിലും ചീത്ത അർത്ഥത്തിലും മനസ്സിലാക്കാവുന്നതാണ്. വിശ്വാസം എന്തെന്ന് നിർവചിക്കൽ എളുപ്പമല്ല. എങ്കിലും അത് കാര്യകാരണങ്ങൾക്ക് അപ്പുറമാണെന്നതാണ് ലളിതമായി പറയാൻ സാധിക്കുന്നത്. അന്ധനായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് കാഴ്ച സാധ്യമല്ലെങ്കിലും ഉൾക്കാഴ്ച സാധ്യമാണ്. മനുഷ്യൻ എത്ര ഇരുട്ടിലാണെങ്കിലും ഈ ഉൾക്കാഴ്ച സാധ്യമാണ്. അത് നഷ്ടമാവുന്നിടത്താണ് മനുഷ്യൻ ഇരുട്ടിലാവുന്നത്. എങ്ങനെയൊക്കെ തത്വചിന്താപരമായി പറഞ്ഞാലും മുന്നേ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തൽ അത്ര എളുപ്പമല്ല. ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ പങ്കെടുക്കുന്ന മനുഷ്യരുടെ മനോവ്യാപാരങ്ങളുടെ സങ്കീർണതകളെ വളരെ ആഴത്തിൽ അപഗ്രഥിച്ച് മനഃശാസ്ത്രപരമായും സാമൂഹികപരമായും വിശകലനം ചെയ്താൽ മാത്രമേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ ഈ പ്രക്രിയയുടെ അഭാവം കൊണ്ടാവാം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നതും. ഇങ്ങനെയൊരു കുറ്റകൃത്യമുണ്ടായാൽ കേസന്വേഷിച്ച് പ്രതികളെ കണ്ടെത്തി കാരാഗൃഹത്തിൽ അടയ്ക്കുന്നതോടെ അതിനെപ്പറ്റിയുള്ള ചിന്തകളും ചർച്ചകളും കൂടിയാണ് അതിനുള്ളിൽ അടയ്ക്കുന്നത്. ഒരുപക്ഷെ ഷാഫിയും ഭഗവത് സിംഗും ലൈലയും നരബലി ആസൂത്രണം ചെയ്യുന്ന സമയത്താവും കഴിഞ്ഞ വർഷം പാലക്കാട്ട് അമ്മ മകനെ ദൈവപ്രീതിക്കായി കഴുത്തറുത്തു കൊന്നത്. കേൾക്കുന്ന ആരിലും ഞെട്ടലുളവാക്കുന്ന ഈ വാർത്തയും ഇതിനു മുന്നേ നടന്ന അനേകം നരബലികളുമൊക്കെ നമുക്ക് മുന്നിലേക്ക് വയ്ക്കുന്ന പാഠങ്ങൾക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു. വാർത്തകൾക്ക് പഞ്ഞമില്ലാത്ത നമ്മുടെ നാട്ടിൽ വാർത്ത മറഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള ഓർമ്മയും മറയുന്നു. 2000-ൽ അലഹാബാദിൽ നിന്ന് കാണാതായ ധീരേന്ദ്ര സിംഗ് എന്ന പത്രപ്രവർത്തകന്റെ തിരോധാനം ചുരുളഴിയിച്ചത് ഞെട്ടിക്കുന്ന ഒരു നരഭോജി കഥയാണ്. ഏകദേശം 15ഓളം പേരെ കൊന്ന് തലച്ചോറ് പാകം ചെയ്ത് കഴിച്ച രാജാ കൊലന്തറിലേക്കാണ് ധീരേന്ദ്ര സിംഗിന്റെ തിരോധാനം കൊണ്ടെത്തിച്ചത്. യുപിയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ കഴിഞ്ഞിരുന്ന രാം നിരഞ്ജൻ എന്നയാളിൽ നിന്ന് രാജാ കുലന്തറിലേക്കുള്ള യാത്ര ദുരൂഹതകളുടെ താഴ്വാരങ്ങളിലൂടെയാണ്. യുപിയിലെ ഒരു ഗോത്രവർഗമായ കോൽ സമുദായത്തിൽ പെട്ടൊരാളാണ് രാജാ കൊലന്തർ. രാജാ കൊലന്തർ എന്നാൽ കോൽ സമുദായത്തിന്റെ രാജാവ് എന്നാണ് അർത്ഥം. ആ പേര് സ്വയം തന്നെ നൽകിയതാണ്. കൊലന്തറിന്റെ ഭാര്യയുടെ പേര് ഹൂലൻ ദേവി എന്നാണ്. ഇതും കൊലന്തർ നൽകിയ പേരാണ്. കൊലന്തർ അവരെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് അവിടത്തെ മെമ്പറാക്കി. അവരുടെ മക്കളുടെ പേരിലും ഇതുപോലെ പ്രത്യേകതകളുണ്ട്. സമാനത്ത്, അദാലത്ത്, ആന്തോളൻ എന്നിങ്ങനെയായിരുന്നു മക്കളുടെ പേരുകൾ. ഗ്രാമത്തിലുള്ളവരെ കൈയഴിഞ്ഞ് സഹായിക്കാൻ ഒരു മടിയുമില്ലാത്ത ആളായ കുലന്തർ നഗരത്തിൽ നിന്ന് വാഹനങ്ങൾ മോഷ്ടിക്കുന്ന ഒരു സംഘത്തിന്റെ തലവൻ കൂടിയായിരുന്നു. ധീരേന്ദ്ര സിംഗ് എന്ന പത്രപ്രവർത്തകന്റെ മിസ്സിംഗ് കേസ് അന്വേഷിച്ചാണ് പോലീസ് രാജാ കൊലന്തറിലേക്ക് എത്തുന്നത്. സംശയം തോന്നിയ കൊലന്തറിനെ കസ്റ്റഡിയിലെടുത്തു. അയാളുടെ പ്രധാന സങ്കേതമായ ഗ്രാമത്തിലെ പന്നി ഫാം പരിശോധിക്കുന്നതിനിടയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. തുടർന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. കുലന്തറിന്റെ ഫാമിൽ നിന്ന് കിട്ടിയ ഡയറിയിൽ താൻ കൊല്ലാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെയും
കൊലപ്പെടുത്തിയ ആളുകളുടെയും പേരും മറ്റു വിവരങ്ങളും ഉണ്ടായിരുന്നു. 15ഓളം പേരെ അയാൾ കൊല്ലുകയും അവരുടെ ബുദ്ധിശക്തി കൈവരിക്കാൻ അവരുടെ തലച്ചോറ് പാകം ചെയ്ത് കഴിക്കുകയും ചെയ്തു എന്നും കുലന്ദർ പറഞ്ഞു. എന്നാൽ കോടതിയിൽ കുലന്ദർ കുറ്റം നിഷേധിക്കുകയാണുണ്ടായത്. പക്ഷേ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി രാജാ കുലന്ദറിനെ ശിക്ഷയ്ക്ക് വിധിച്ചു. രാജാ കുലന്ദറിന്റെ കേസിനെ ചില മനഃശാസ്ത്രജ്ഞരും ക്രിമിനോളജിസ്റ്റുകളും ആന്ത്രപ്പോളജിസ്റ്റുകളും വിശകലനം ചെയ്യുകയും ചില നിർണായക കണ്ടെത്തലുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഗോത്രവർഗത്തിൽപ്പെട്ട കുലന്ദർ താൻ നേരിട്ട അവഗണനകളിൽ നിന്നും സമൂഹത്തിൽ അധികാരം നേടിയെടുക്കാനുള്ള പലവിധ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ അരുംകൊലകളും ചെയ്തതെന്നാണ് അവർ പറയുന്നത്. പേരുമാറ്റിയതും തന്റെ വാഹനമായ ടാറ്റാ സുമോയുമൊക്കെ അധികാരം കരസ്ഥമാക്കലിന്റെ ഭാഗമായാണ് കുലന്ദർ കണ്ടിരുന്നത്. അധികാരത്തിനു വേണ്ടിയുള്ള തീവ്രമായ അഭിനിവേശമാണ് വിചിത്രമായ രീതിയിൽ സമൂഹത്തിലെ ഉയർന്ന ശ്രേണിയിൽപ്പെട്ടവരെ കൊന്ന് അവരുടെ തലച്ചോറ് പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചതും. ഇനി ഇലന്തൂർ നരബലി കേസിലെ പ്രധാന പ്രതിയായ ഷാഫിയിലേക്ക് വരാം. ഷാഫി ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ്. അയാളുടെ ചെറുപ്പകാലത്തെപ്പറ്റിയോ കുട്ടിക്കാലത്തെപ്പറ്റിയോ വലിയ വിവരങ്ങളൊന്നും ഇപ്പോൾ ലഭ്യമല്ലെങ്കിലും ഷാഫിയുടെ ഭാര്യ നബീസ പറഞ്ഞത് പ്രകാരം 8ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് ചെറുപ്രായത്തിലെ പല പണികൾ ചെയ്യാനായി ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലൂടെയൊക്കെ കറങ്ങിയ ഒരു ചെറുപ്പകാലമായിരുന്നു അയാളുടേത്. മീൻ കച്ചവടം ചെയ്തും ഇറച്ചിവെട്ടിയും മോർച്ചറിയിലെ ജീവനക്കാരനായും ലോറി ഡ്രൈവറായുമൊക്കെ പല വേഷങ്ങൾ അണിഞ്ഞ് ജീവിച്ചൊരാൾ. ചെറുപ്രായത്തിൽ തുടങ്ങിയ മദ്യപാനം പൂർവാധികം ശക്തിയോടെ ഇപ്പോഴും തുടരുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് 2 പെൺമക്കളുള്ള ഷാഫി മദ്യപിച്ച് ഭാര്യയായ നബീസയെ തല്ലുന്നത് പതിവായിരുന്നു. എന്നാൽ മദ്യപിക്കാത്ത സമയങ്ങളിൽ അയാൾ സ്നേഹമുള്ള ഭർത്താവും മക്കൾക്ക് പ്രിയപ്പെട്ട വാപ്പയുമായിരുന്നു. കഷ്ടപ്പാടിലൂടെയും ദാരിദ്ര്യത്തിലൂടെയുമൊക്കെ കടന്നുപോയെങ്കിലും ഷാഫി ഒരിക്കലും കുടുംബത്തെ കൈവിട്ടിരുന്നില്ല. മനുഷ്യ മനസ്സുകളുടെ ഉള്ളറകൾ മനസ്സിലാക്കാൻ ഏറെ പ്രയാസമെന്നല്ല, അസാധ്യമായ കാര്യം തന്നെയാണ്. മുന്നേ പറഞ്ഞ രാജാ കുലന്ദറിന്റെ കാര്യത്തിൽ ജാതീയമായ വേർതിരിവുകളാൽ പിന്തള്ളപ്പെട്ടതിനെ മറികടക്കുന്നതിനായാണ് കുറ്റകൃത്യങ്ങളിലേക്ക് എത്തിപ്പെട്ടത്. അതുപോലെ ഷാഫിയെ എങ്ങനെയാണ് കുറ്റവാസനകളിലേക്ക് നയിച്ചതെന്നുള്ള പഠനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. അമിതമായ മദ്യപാനം, പങ്കാളിയിൽ നിന്നുള്ള ലൈംഗിക വിരക്തി, കുട്ടിക്കാലത്തുണ്ടാകുന്ന ലൈംഗിക ചൂഷണം, ടോക്സിക് പാരന്റിംഗ്, ഇങ്ങനെ പല കാരണങ്ങളാണ് മനഃശാസ്ത്രജ്ഞർ ഇത്തരം സ്വഭാവ വൈകല്യങ്ങളിലേക്ക് ഒരാൾ എത്തിപ്പെടാനുള്ള കാരണങ്ങളായി പറയാറുള്ളത്. ഷാഫിയുടെ ജീവിത സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ കുട്ടിക്കാലങ്ങളിലെ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. ചെറുപ്പത്തിലെ തന്നെ സാമ്പത്തികമായ സ്വാതന്ത്ര്യം നേടുകയും എന്തും ചെയ്യാം എന്ന അവസ്ഥയിലേക്ക് എത്തുകയും മദ്യപാനം പോലെയുള്ള സ്വഭാവ ദുശീലങ്ങളിലേക്ക് വളരെ വേഗം എത്തിപ്പെടുകയും ചെയ്തിരുന്നു. സാമൂഹിക ശാസ്ത്രജ്ഞരുടെ നിരീക്ഷണത്തിൽ സമൂഹങ്ങളിൽ പലതരം ലെയറുകളുണ്ട്. സാധാരണമായ ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന മാസശമ്പളത്തിനും ദിവസശമ്പളത്തിനും പണിയെടുക്കുന്നവർ, അവരുടെ വീട്ടുചിലവുകളും കുട്ടികളുടെ വിദ്യാഭ്യാസവും ചെറിയ ചെറിയ ആഘോഷങ്ങളുമൊക്കെയായി കഴിയുന്നവർ. ഇനി അസാധാരണമായ ജീവിത സാഹചര്യങ്ങളിൽപ്പെട്ട് സമൂഹത്തിലെ ഒരു പ്രത്യേക ലെയറിലേക്ക് എത്തിപ്പെടുന്നവർ, ഉദാഹരണത്തിന് ഗുണ്ടകൾ, കള്ളന്മാർ, പോക്കറ്റടിക്കാർ, ലൈംഗിക തൊഴിലാളികൾ, തട്ടിപ്പുകൾ നടത്തി കഴിയുന്നവർ എന്നിങ്ങനെയുള്ളവർ, അതൊരു പ്രത്യേകതരം ലോകം തന്നെയാണ്. അധോലോകം എന്ന പദപ്രയോഗം തന്നെ വന്നത് അങ്ങനെയാണ്. അത് നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെ ഒരു കെട്ടിടത്തിന്റെ അടിവശത്ത് ഇരുണ്ട മുറികളിലോ ഇടനാഴികളിലോ അല്ല നിലനിൽക്കുന്നത്. അത് പകൽ വെളിച്ചത്തിൽ സാധാരണ മനുഷ്യന്മാർ സഞ്ചരിക്കുന്ന വഴികളിലും അങ്ങാടികളിലും തന്നെയാണ് നിലനിൽക്കുന്നത്. അതിനുള്ളിലേക്ക് കടന്നു ചെല്ലുക സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് അസാധ്യമാണ്. പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന നിയമ സംവിധാനങ്ങളോ നീതിബോധമോ ഒന്നും അവിടെ പ്രവർത്തിക്കണമെന്നില്ല. അവിടെ അദൃശ്യവും വിചിത്രവുമായ നിയമങ്ങളും ന്യായങ്ങളുമാവും നിലനിൽക്കുന്നത്. ഷാഫി സമൂഹത്തിൽ ഇത്തരം ലെയറുകളിലുള്ളവരുമായി വളരെ ചെറുപ്രായം മുതലേ ബന്ധങ്ങൾ വെച്ചുപുലർത്തുകയും വളരെ പെട്ടെന്ന് തന്നെ അവരിൽ ഒരാളായി മാറുകയും ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ്. കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കലും അത് വിശ്വാസയോഗ്യമായി നടപ്പിലാക്കുകയും എന്നിട്ട് അതിനെ മറച്ചുവെക്കാനുള്ള അപാരമായ കഴിവ് ഷാഫിക്ക് ഉണ്ടായിരുന്നു. ഷാഫിയുടെ ഭാര്യ പറഞ്ഞത് വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ 24 കൊല്ലമായി അവരറിയാത്ത മറ്റൊരു മുഖവും ഒളിപ്പിച്ചുകൊണ്ട് ഷാഫി കഴിഞ്ഞിരുന്നതും അത്തരം ഒരു കഴിവുള്ളതുകൊണ്ടാണ്.
ഷാഫിയുടെ സ്വഭാവ വൈകൃതങ്ങൾ പുറത്തുവരുന്ന രീതിയിലുള്ള ഒരു കുറ്റകൃത്യം പിടിക്കപ്പെടുന്നത് 2 വർഷങ്ങൾക്ക് മുൻപാണ്. കോലഞ്ചേരിയിൽ ഒരു വീട്ടിൽ തന്റെ മകന്റെ മദ്യപാനശീലം മാറ്റാനായി ജ്യോത്സ്യനായി ചമഞ്ഞുപോയ ഷാഫി അവിടെയുണ്ടായിരുന്ന ഒരു 75 വയസ്സ് പ്രായം വരുന്ന സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ശരീരമാസകലം കത്തികൊണ്ട് മുറിവേൽപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് പോലീസ് ഷാഫിയെ അറസ്റ്റ് ചെയ്തു. 5 മാസക്കാലം ജയിലിൽ കഴിയുകയും ചെയ്തിരുന്നു. ആ വീട്ടിലുണ്ടായിരുന്ന ഓമന എന്ന സ്ത്രീയുടെ മകന്റെ അമിതമായ കള്ളുകുടി മാറ്റുവാനായി സഹായിക്കാം എന്ന അർത്ഥത്തിൽ കുടുംബത്തിൽ കയറിക്കൂടുകയായിരുന്നു ഷാഫി. ലോട്ടറി കച്ചവടക്കാരിയായ ഓമനയെ അക്കാലത്ത് ലോറി ഓട്ടത്തിനിടയിൽ പലപ്പോഴായി ഷാഫി കാണുകയും തനിക്ക് ജ്യോത്സ്യത്തിലും മന്ത്രവാദത്തിലുമൊക്കെ അറിവുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഓമന തന്റെ മകന്റെ അമിത മദ്യപാനത്തിന്റെ പ്രശ്നം പറയുന്നത്. തുടർന്ന് തന്റെ നിരീക്ഷണത്തിൽ ഓമനയുടെ മകന് ആരോ മദ്യത്തിൽ കൈവശം കൊടുത്തതാണെന്നും അത് ചില കർമ്മങ്ങളിലൂടെ മാറ്റിയെടുക്കാമെന്നും ഷാഫി ഓമനയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഓമനയുടെ സുഹൃത്തായ 75 വയസ്സുകാരി ഓമനയുടെ വീട്ടിലേക്ക് വന്ന സന്ദർഭത്തിൽ ഷാഫിയും ഓമനയുടെ ഭർത്താവും മകനും ചേർന്ന് വൃദ്ധയെ പീഡിപ്പിക്കുകയും സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഷാഫിയോടൊപ്പം ഇവരും അന്ന് ശിക്ഷിക്കപ്പെട്ടിരുന്നു. ഈ സംഭവം നടക്കുന്നത് 2020 ജൂലൈ 3-നായിരുന്നു. ഷാഫിയുടെ ഭാര്യ ആ സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് ഷാഫി മദ്യപിച്ച് എന്തോ പ്രശ്നമുണ്ടാക്കിയതിന്റെ പേരിൽ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും ഷാഫിക്ക് ഇത്തരം സ്വഭാവങ്ങൾ ഉള്ളതായി തനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ലെന്നുമാണ് നബീസ പറയുന്നത്. ഈ പറഞ്ഞത് പൂർണ്ണാർത്ഥത്തിൽ വിശ്വസിക്കൽ പ്രയാസമാണ്. സ്ത്രീ വിഷയങ്ങളിൽ പല പ്രശ്നങ്ങളിലും ഉൾപ്പെട്ട 75 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരാളുടെ കൂടെ 24 കൊല്ലം ഒരുമിച്ച് താമസിച്ചിട്ടും അയാളുടെ ഇത്തരം സ്വഭാവ വൈകൃതങ്ങൾ അറിയില്ലെന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. കോലഞ്ചേരി കേസിൽ അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്തിയ പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഷാഫിയുടെ ഭാര്യയുടെ കൂടി മൊഴിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഷാഫിക്ക് ലൈംഗിക വൈകൃത സ്വഭാവമുണ്ടെന്നും അതിനിരയാക്കപ്പെട്ടവരിൽ അധിക പേരും ലൈംഗിക തൊഴിലാളികളായതിനാലാണ് നിയമ നടപടിക്ക് നീങ്ങാത്തതെന്നും ഇയാൾക്ക് ചികിത്സ ആവശ്യമുണ്ടെന്നും പറഞ്ഞിരുന്നു. എന്നാൽ 5 മാസത്തിന് ശേഷം ഇയാൾ ജയിൽ മോചിതനാവുകയായിരുന്നു. തിരിച്ച് നാട്ടിലെത്തിയ ഷാഫി ചെറിയ ചെറിയ ഡ്രൈവിംഗ് പണികൾ ചെയ്ത് ജീവിതം മുന്നോട്ടു പോകുന്നതിനിടയിലാവും പുതിയൊരു പണി നടത്തണം എന്ന തോന്നലിൽ പുതിയ രീതികൾ മനസ്സിലാക്കുകയും ഫേസ്ബുക്ക് ഉപയോഗിച്ചുള്ള പരിപാടികൾ തുടങ്ങുകയും ചെയ്തത്. ഏകദേശം 2021 ജനുവരി മുതലാകണം ഇതിന്റെ തുടക്കം. നബീസ പറയുന്നത് പ്രകാരം 8ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഷാഫിക്ക് ഇംഗ്ലീഷൊക്കെ നന്നായി അറിയാമെന്നാണ്. ആരെയും എന്തും പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള വാക്ചാതുര്യം ഷാഫിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ എന്ന ഗ്രാമത്തിൽ താമസിക്കുന്ന 65-കാരനായ ഭഗവൽ സിംഗിലേക്കും ഭാര്യ ലൈലയിലേക്കും എത്തുന്നത്. ആ നാട്ടിൽ അപ്പനപ്പൂപ്പന്മാരായി തിരുമൽ കേന്ദ്രം നടത്തിവരുന്ന ഒരു വീട്ടിലെ അംഗമാണ് ഭഗവൽ സിംഗ്. പാരമ്പര്യ വൈദ്യത്തിന്റെ മറവിൽ ചാരായം വാറ്റ് പരിപാടിയും ഉണ്ടായിരുന്നു എന്നൊരു പേരുദോഷം ഭഗവൽ സിംഗിന് ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാരിൽ ചിലർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആദ്യ ഭാര്യയ്ക്ക് മാനസിക പ്രശ്നമുണ്ടായിരുന്നതിനാൽ ഉപേക്ഷിച്ചു. തുടർന്ന് അമിത മദ്യപാനം മൂലം കുറച്ചുകാലം ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു. അവിടുന്ന് പുറത്തു വന്നതിന് ശേഷം ബന്ധുക്കൾ മുൻകൈയെടുത്ത് രണ്ടാമതൊരു കല്യാണം കഴിക്കാനായി സംവിധാനങ്ങൾ ഒരുക്കുകയായിരുന്നു. ലൈലയുടെ ആദ്യ ഭർത്താവ് പുഴയിൽ വീണ് മരിച്ചതിനെ തുടർന്ന് അവർ അമിതമായ ഭക്തിമാർഗത്തിലേക്ക് കടക്കുകയായിരുന്നു എന്ന് ലൈലയുടെ സഹോദരൻ പറയുന്നുണ്ട്. ഒരു ബ്രോക്കർ കൊണ്ടുവന്ന ആലോചനയായിരുന്നു ഭഗവത് സിംഗിൻ്റേത്. അതുകൂടാതെ ഇരുവരും ബന്ധുക്കളുമായിരുന്നു. അങ്ങനെയാണ് ലൈലയും ഭഗവത് സിംഗും ഒന്നിക്കുന്നത്. ഭഗവത് സിംഗിന് ആദ്യ വിവാഹത്തിലുണ്ടായ മകൾ വിവാഹിതയായി വിദേശത്താണ് താമസം. ലൈലയുടെയും ഭഗവത് സിംഗിന്റെയും ഒരു മകനും വിദേശത്താണ്. അങ്ങനെ പുറമേ നിന്ന് നോക്കിയാൽ നാട്ടിൽ ചില്ലറ രാഷ്ട്രീയ പ്രവർത്തനവും ആയുർവേദ ചികിത്സയുമായി ഒരു സാധാരണ ജീവിതം തള്ളി നീക്കിയിരുന്ന മനുഷ്യനായിരുന്നു ഭഗവത് സിംഗ്. ഭാര്യ ലൈല ഭക്തിമാർഗത്തിൽ കടുംപിടുത്തക്കാരിയാണ്. ഭർത്താവായ ഭഗവത് സിംഗിന് ചില്ലറ താന്ത്രിക വിദ്യകളും ജ്യോത്സ്യവുമൊക്കെ അറിയാമെങ്കിലും നാട്ടിലെ സകല സിദ്ധന്മാരുടെ അടുക്കൽ നിന്നും മന്ത്രിച്ചൂട്ടിയ ചരടുകളും ഭസ്മവുമൊക്കെ അണിഞ്ഞാണ് നടത്തം. കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു അമിത ഭക്തി ലൈലയ്ക്കുണ്ടായിരുന്നു. ഈ കാര്യങ്ങളിലൊക്കെ ഭഗവത് സിംഗിനെ നിയന്ത്രിച്ചിരുന്നത് ലൈലയാണ്. ലൈലയെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാമ്പത്തിക അവസ്ഥയിൽ തുടരുന്നതിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ട്.
ലൈലയുടെ കുടുംബസ്വത്തായി കിട്ടിയ കുറച്ചു വസ്തു വിൽപ്പന നടക്കാതെ കുടുങ്ങിക്കിടക്കുകയാണ്. ലക്ഷങ്ങളുടെ കടബാധ്യതയുമുണ്ട്. പറയത്തക്ക വരുമാനമൊന്നും പാരമ്പര്യ തിരുമൽ ചികിത്സയിലൂടെ നേടാൻ കഴിയാതിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് മുഹമ്മദ് ഷാഫി ഏലിയാസ് റഷീദ് എന്ന ദിവ്യൻ ഭഗവത് സിംഗിന്റെയും ലൈലയുടെയും ജീവിതത്തിൽ രംഗപ്രവേശനം ചെയ്യുന്നത്. ഷാഫിക്ക് ജയിൽവാസകാലത്ത് താൻ നടത്തിയതിന് സമാനമായ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കുന്ന ജയിൽ പുള്ളികളുമായി അടുത്ത സഹവാസം ഉണ്ടായിരുന്നതായി പോലീസ് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മുന്നേ നടന്ന കൃത്യത്തിന്റെ പോരായ്മകളെ എങ്ങനെ നികത്താം, കൂടുതൽ വിശ്വസനീയമായി ആളുകളെ എങ്ങനെ വലയിൽ വീഴ്ത്താം എന്നൊക്കെ ഷാഫി തന്റെ ജയിൽവാസത്തിലൂടെ തയ്യാറെടുപ്പ് നടത്തിയിരിക്കാം. അല്ലെങ്കിൽ പുതിയ തരം പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു. അത് എന്തിനായിരുന്നു എന്നും അതിലൂടെ ഷാഫി എന്താണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നും വഴിയെ പറയാം. അങ്ങനെ പുതിയ ഇടങ്ങളിലൂടെ പുതിയ ഇരകൾക്കായി ഷാഫി വല വിരിച്ച് കാത്തിരിക്കാൻ തുടങ്ങി. ശ്രീദേവി എന്ന പേരിൽ ഭാര്യയുടെ ഫോണിൽ നിന്നും ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുകയും പലരുമായും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പത്ത് നേടാനും കഴിയുന്ന വിദ്യകൾ അറിയാവുന്ന ചിലരെ തനിക്കറിയാമെന്ന് പറയുകയും ചെയ്തിരുന്നു. ഫേസ്ബുക്കിൽ ഹൈക്കു കവിതകൾ എഴുതുകയും സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായി ഇടപെടുകയും ചെയ്തിരുന്ന ആളായിരുന്നു ഭഗവത് സിംഗ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സങ്കീർണമായ അൽഗോരിതങ്ങൾക്ക് വളരെ വേഗം ആളുകളുടെ താൽപ്പര്യങ്ങളെ മനസ്സിലാക്കുവാനും അതിന് അനുസൃതമായ ആളുകളെ കണ്ടെത്തി കൂട്ടിമുട്ടിപ്പിക്കാനുമുള്ള ഒരു അത്ഭുത സിദ്ധിയുണ്ടെന്ന് നമ്മളെല്ലാവരും അനുഭവിച്ചറിയുന്നവരാണല്ലോ. അങ്ങനെ മന്ത്രവാദത്തിലും ആഭിചാരത്തിലുമൊക്കെ വിശ്വാസമുണ്ടായിരുന്ന ഭഗവത് സിംഗിനെ സോഷ്യൽ മീഡിയ എന്ന കരകാണാ കടലിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അൽഗോരിതങ്ങൾ ശ്രീദേവിയിലേക്ക് എത്തിച്ചു. ശ്രീദേവി എന്ന മന്ത്രവാദത്തിലും ആഭിചാരത്തിലുമൊക്കെ വിശ്വാസവും അറിവുമുള്ള സ്ത്രീ എന്ന വ്യാജേനെ ഷാഫി ഭഗവത് സിംഗുമായി ബന്ധം സ്ഥാപിച്ചു. മെല്ലെ മെല്ലെ ആ അടുപ്പം വളരുകയും ഭഗവത് സിംഗിന്റെ പ്രയാസങ്ങൾ ശ്രീദേവിയുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. അങ്ങനെ ശ്രീദേവി പറഞ്ഞുകൊടുത്ത പോംവഴിയാണ് ഒരു സിദ്ധനെ കണ്ട് കാര്യം ബോധിപ്പിക്കുക എന്നത്. പിന്നീട് സാക്ഷാൽ സിദ്ധനായി എത്തിയത് ഷാഫി ആയിരുന്നു. ആരെയും സംസാരത്തിലൂടെ മയക്കുന്ന ഷാഫി ഭഗവത് സിംഗിനെയും ലൈലയെയും നേരിൽ പരിചയപ്പെട്ടു. അവരെക്കുറിച്ച് ഓരോന്നും അറിഞ്ഞു വന്നപ്പോഴാണ് ഭഗവത് സിംഗിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഭാര്യ ലൈലയാണെന്നും ഭഗവത് സിംഗിനെക്കാളും മന്ത്രവാദ കാര്യങ്ങളിൽ വിശ്വാസമുള്ളത് ലൈലയ്ക്കാണെന്നും ഷാഫി തിരിച്ചറിഞ്ഞത്. വൈകാതെ ഷാഫി ലൈലയുമായി നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുത്തു. അതേസമയം ശ്രീദേവിയായി ഭഗവത് സിംഗിനോടും ഷാഫി സംസാരിക്കുന്നുണ്ടായിരുന്നു. പതിയെ പതിയെ ആയുരാരോഗ്യ സൗഖ്യത്തിനും ഭാഗ്യസിദ്ധിക്കുമൊക്കെ പലയിടത്തും ആളുകൾ നരബലി നടത്താറുള്ള കാര്യം ഷാഫി പറയുന്നത്. അങ്ങനെയാണ് ലൈലയുടെ മനസ്സിൽ നരബലി എന്ന ചിന്ത കയറിക്കൂടുന്നത്. വരാനിരിക്കുന്ന സൗഭാഗ്യത്തെക്കുറിച്ച് പറഞ്ഞ് ഭഗവത് സിംഗിനെ മനം മാറ്റി നരബലിക്ക് സജ്ജമാക്കിയെടുത്തത് ലൈലയാണ്. മന്ത്രവാദത്തിലൂടെയും ആഭിചാരത്തിലൂടെയും പണം തട്ടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനെക്കുറിച്ചും അതിനുള്ള പല വഴികളെക്കുറിച്ചും ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പല കാലങ്ങളിലായി നടന്ന സംഭവങ്ങൾ അതിനുദാഹരണമായി നമുക്ക് മുന്നിലുണ്ട്. എന്നിട്ടും എന്തിനാണ് ഷാഫി നരബലി എന്ന തീർത്തും ക്രൂരമായ ഒരു വഴി തിരഞ്ഞെടുത്തത് എന്നുള്ള ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. വെറും പണം തട്ടിയെടുക്കൽ മാത്രമല്ല ഷാഫിയുടെ ലക്ഷ്യമെന്നും അതിനപ്പുറത്ത് ക്രൂരമായ പീഡനങ്ങൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഉന്മാദ അവസ്ഥയോടുള്ള ഷാഫിയുടെ ഭ്രമമാണ് അതിന് കാരണമെന്നും വ്യക്തമാണ്. അത് കോലഞ്ചേരിയിൽ 75 വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. ഷാഫിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു സൈക്കോപാത്തിന്റെ കരുനീക്കങ്ങളാണ് ഭഗവത് സിംഗിനെയും ലൈലയെയും കൊണ്ട് നരബലിക്കുള്ള കളമൊരുക്കിയത്. അമേരിക്കൻ സൈക്യാട്രിസ്റ്റായ ഹാർവി ക്ലാക്ലി തന്റെ പ്രശസ്ത കൃതിയായ ദ മാസ്ക് ഓഫ് സാനിറ്റിയിൽ സൈക്കോപാത്തുകളുടെ സ്വഭാവം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം മുഖം മൂടി ധരിച്ചവർ എന്നാണ് സൈക്കോപാത്തുകളെപ്പറ്റി പറഞ്ഞത്. മറ്റുള്ളവരെക്കാളും ആത്മവിശ്വാസമുള്ളവരും സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വഭാവം മാറ്റാൻ കഴിയുന്നവരുമാണ് അവർ. പക്ഷേ കാലാകാലങ്ങളിൽ അവരുടെ മറ നീക്കി ആ രോഗം പ്രത്യക്ഷപ്പെടുമെന്നും അദ്ദേഹം പറയുന്നു. ഷാഫിയുടെ ഭാര്യ പറയുന്നത്, ഇങ്ങനെയൊരു സ്വഭാവമുള്ളതായി എനിക്കൊരിക്കലും തോന്നിയിരുന്നില്ല. എന്റെ ഉമ്മയ്ക്ക് എന്നെക്കാളും ഇഷ്ടം ഷാഫിയോടാണ്. 2 പെൺമക്കളോടും വലിയ സ്നേഹമായിരുന്നു. ഇനി ഇതെല്ലാം അയാളുടെ മുഖംമൂടിയായിരുന്നോ എന്നെനിക്കറിയില്ല. ഷാഫിയുടെ അടഞ്ഞ കണ്ണുകളുടെ ഇരുണ്ട കോണിൽ
ഒളിഞ്ഞുകിടക്കുന്ന ഒരു സൈക്കോപാത്ത് വളരെ കൃത്യമായി കാര്യങ്ങളെ ചിട്ടപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ നരബലിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. പല സമയങ്ങളിലായി പലരെയും വലയിലാക്കാൻ ശ്രമിച്ചെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും അതൊന്നും നടന്നില്ല. ഈ ആവശ്യത്തിനായി ഷാഫി പലപ്പോഴായി ഭഗവത് സിംഗിന്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയിരുന്നു. ഷാഫിയുടെ സുഹൃത്തുക്കൾ പറയുന്നത് പ്രകാരം ഷാഫിയുടെ ഭാര്യ നബീസ ഒരു അയഞ്ഞ പ്രകൃതിക്കാരിയാണ്. പലപ്പോഴായി അധികം കാശ് വന്നു ചേരുന്നത് എങ്ങനെയെന്ന് ഒരിക്കൽ പോലും അവർ ചോദിച്ചിരുന്നില്ല. നബീസയുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ കുറച്ച് പൈസ കൊണ്ട് എറണാകുളം ഷേണായ്സ് തിയേറ്ററിനടുത്ത് ഒരു കഞ്ഞിക്കട തുടങ്ങി. പിന്നീട് ഒരു കൂട്ടുകാരന്റെ സഹായത്തോടെ ലോൺ തരപ്പെടുത്തി കഞ്ഞിക്കട ഒരു ഹോട്ടലാക്കി മാറ്റി. ഹോട്ടൽ തുടങ്ങിയതിന് ശേഷം ഡ്രൈവിംഗ് പരിപാടിയൊക്കെ നിർത്തി ഹോട്ടൽ കാര്യങ്ങൾ നോക്കി നടത്തുകയായിരുന്നു ഷാഫിയുടെ പ്രധാന പണി. ഹോട്ടലിൽ ഭക്ഷണം പാകം ചെയ്യുന്നതുവരെ അയാളായിരുന്നു. ഉച്ചക്കത്തെ ചോറും കറികളും ബിരിയാണിയും പാകം ചെയ്തതിനു ശേഷം കയ്യിൽ കിട്ടുന്ന പൈസയുമായി ബാറിൽ പോയി മദ്യപിക്കും. അത് കഴിഞ്ഞ് വന്ന് നബീസയുമായി വഴക്കുണ്ടാക്കുകയും നബീസയെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ പോകുന്നതിനിടയിൽ ബാങ്കിൽ നിന്നെടുത്ത ലോൺ തുകയുടെ പകുതിയിൽ ഒരു ജീപ്പ് വാങ്ങിയിരുന്നു. അപ്പോഴെല്ലാം ഷാഫി എന്തൊക്കെയോ ചില കണക്ക് കൂട്ടലിലായിരുന്നു എന്ന് ജീപ്പ് വാങ്ങാൻ കൂടെ പോയ സുഹൃത്ത് പറയുന്നുണ്ട്. ഈ ജീപ്പ് ഒരു സേട്ടിവിന് മറിച്ചു വിൽക്കാനാണെന്നും ഇതിന്റെ ഇരട്ടി വില കിട്ടുമെന്നൊക്കെ ഷാഫി പറഞ്ഞിരുന്നു. കൂടെ ശരീരവണ്ണമുള്ള പെൺകുട്ടികളെ കൊണ്ടുകൊടുത്താൽ കോടികൾ കിട്ടുമെന്നും അയാൾ മദ്യത്തിന്റെ പുറത്ത് പറഞ്ഞിരുന്നതായി ആ സുഹൃത്ത് പറയുന്നുണ്ട്. ഒരുപക്ഷെ നരബലിക്ക് ശേഷം ഭഗവത് സിംഗിൽ നിന്നും വാങ്ങുന്ന പൈസയ്ക്കുള്ള കാരണം കാണിക്കാനാവണം ജീപ്പ് വാങ്ങിയത്. ജീപ്പ് കൂടാതെ ഇയാൾക്കൊരു സ്കോർപിയോയുമുണ്ട്. പല സ്ത്രീകളുമായി ഷാഫിക്ക് വഴിവിട്ട ചില സൗഹൃദങ്ങളുണ്ട്. കോലഞ്ചേരി കേസിലെ കൂട്ടുപ്രതിയായ ഓമന അത്തരത്തിൽ ഒരു സുഹൃത്തായിരുന്നു. ഇവരുമായി ചേർന്ന് പലപ്പോഴും ഓമനയുടെ വീട്ടിൽ അനാശാസ്യം നടത്തിയിരുന്നതായും കോലഞ്ചേരി കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അങ്ങനെ പല സന്ദർഭങ്ങളിലും സമൂഹത്തിലെ താഴെ തട്ടിലുള്ള നിത്യച്ചിലവുകൾ തള്ളി നീക്കാൻ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്ന 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള പല സ്ത്രീകളുമായും ഷാഫി പരിചയത്തിലാവുകയും തുടർന്ന് സാമ്പത്തികമായി അവരെ സഹായിക്കാമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ പത്തനംതിട്ട ടൗണിൽ നിന്നും ഷാഫി ലോട്ടറി വിൽക്കുന്ന ഒരു സ്ത്രീയെ പരിചയപ്പെട്ടു. തിരുമൽ കേന്ദ്രത്തിൽ പണി നൽകാമെന്നും 18,000 രൂപ ശമ്പളമായി നൽകാമെന്നും വാഗ്ദാനം ചെയ്ത് 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആ സ്ത്രീയെ ഇലന്തൂരിൽ ഭഗവത് സിംഗിന്റെ തിരുമൽ കേന്ദ്രത്തിൽ കൊണ്ടുവരികയും ചെയ്തു. ഒരു ദിവസം മുറിയിൽ കയറ്റി ലൈലയും ഭഗവത് സിംഗും ചേർന്ന് കട്ടിലിൽ കെട്ടിയിടാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഓടി രക്ഷപ്പെട്ടുവെന്ന് ആ സ്ത്രീ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പരാതിപ്പെട്ടാൽ തന്റെ മാനം പോകുമെന്ന് ഭയന്ന് അന്ന് പോലീസിൽ പരാതിപ്പെടാത്തതെന്ന് അവർ വിശദീകരിച്ചു. ഒരുപക്ഷെ കുറ്റകൃത്യങ്ങളിൽ മുൻപരിചയമില്ലാത്ത ഭഗവത് സിംഗും ലൈലയും ഈ സംഭവം നടന്നപ്പോൾ ഭയന്നിരിക്കാം. ആ സ്ത്രീ പോലീസിൽ പരാതിപ്പെടുമോ അല്ലെങ്കിൽ നാട്ടുകാരോട് പറഞ്ഞു കാണുമോ എന്നൊക്കെ ചിന്തിച്ച് കുറച്ചു ദിവസം തള്ളി നീക്കിയിരിക്കാം. പക്ഷേ ആ ഒരു ട്രോമയെ അവർ എങ്ങനെയായിരിക്കും അതിജീവിച്ചത്? തങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി പുറത്തറിഞ്ഞാലുണ്ടാവുന്ന പ്രത്യാഘാതങ്ങളെപ്പറ്റിയുള്ള ചിന്ത, ആ ഒരു ചിന്തയാണ് പലരെയും കുറ്റകൃത്യങ്ങളിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നത്. ഇവിടെ ലൈലയും ഭഗവത് സിംഗും എന്ന 2 സാധാരണ മനുഷ്യർ അന്ധമായ വിശ്വാസം കൊണ്ട് കുറ്റബോധത്തെയും പ്രത്യാഘാതത്തെക്കുറിച്ചുള്ള ചിന്തകളെയും തകർത്തില്ലാതാക്കുകയാണ്. ഒരുപക്ഷെ അതിനു പിന്നിൽ ഷാഫി എന്ന സൈക്കോപാത്തിന്റെ വികൃതമായ ആനന്ദത്തെ തൃപ്തിപ്പെടുത്താനുള്ള തീവ്രമായ ത്വരയും ആവാം. നേരത്തെ പറഞ്ഞ ദ മാസ്ക് ഓഫ് സാനിറ്റി എന്ന പുസ്തകത്തിൽ ഹാർവി ക്ലാക്ലി ഒരു സൈക്കോപാത്തിനുണ്ടാവുന്ന 3 സ്വഭാവങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്ന് ബോൾഡ്നെസ് ആണ്, അഥവാ പേടിയില്ലായ്മയാണ്. സമ്മർദ്ദമുണ്ടാക്കുന്ന സന്ദർഭങ്ങളിലൂടെ എളുപ്പത്തിൽ കടന്നുപോകാനുള്ള കഴിവും ഭയത്തെ മറികടക്കാനുള്ള കഴിവും അതുപോലെ ഉയർന്ന ആത്മവിശ്വാസവും ഈ ബോൾഡ്നെസ്സിൽ ഉൾപ്പെടുന്നു. രണ്ടാമത്തെ സ്വഭാവം ഡിസ്ഇൻഹിബിഷനാണ്. പാടില്ല എന്ന തോന്നലുകൾക്ക് വിധേയമാവാത്ത സ്വഭാവം. പെട്ടെന്നുണ്ടാവുന്ന ആഗ്രഹങ്ങളെയോ ആവശ്യങ്ങളെയോ തൃപ്തിപ്പെടുത്താനുള്ള വ്യഗ്രത. ചുരുക്കി പറഞ്ഞാൽ പ്രത്യാഘാതങ്ങളെ വകവയ്ക്കാതെയുള്ള എടുത്തുചാട്ടം. 3 മീൻനെസ് അഥവാ നീചത്വം. സഹാനുഭൂതിയോ അനുകമ്പയോ ഇല്ലാത്ത പെരുമാറ്റം. സ്വന്തം കാര്യങ്ങൾ നേടാനായി ക്രൂരമായ പ്രവർത്തികൾ ചെയ്യുക, അതിനായി ചൂഷണം ചെയ്യുക, ഹീനമായ രീതിയിൽ ഉത്തേജനം നേടുക, നിയമ സംവിധാനങ്ങളോടുള്ള പുച്ഛം എന്നിവയാണത്. ഈ 3 സ്വഭാവങ്ങളും ഏറിയും കുറഞ്ഞും നമുക്ക് ഷാഫിയിൽ കാണാൻ കഴിയും.
ലൈലയെയും ഭഗവത് സിംഗിനെയും നയിച്ചത് അന്ധമായ വിശ്വാസമാണ്. വളരെ നീചമായ ഒരു കർമ്മത്തിലൂടെ ജീവിതത്തിൽ സൗഭാഗ്യം നേടാമെന്ന തീർത്തും ഹീനമായ ഒരു ചിന്തയിലൂടെയാണ് അവർ അവിടേക്ക് എത്തിപ്പെടുന്നത്. നരബലി നടന്ന മിക്കവാറും എല്ലാ ഇടങ്ങളിലും ആരാലെങ്കിലും പറ്റിക്കപ്പെട്ടവരോ ചതിക്കപ്പെട്ടവരോ ആവും ഇത്തരം കർമ്മങ്ങൾ നടപ്പിലാക്കുന്നത്. അങ്ങനെയൊരു ആലോചനയ്ക്ക് ബീജവാഹം നടത്തുന്നത് ഒരു തരത്തിലും താന്ത്രികതയെക്കുറിച്ചോ അല്ലെങ്കിൽ വിശ്വാസത്തെപ്പറ്റിയോ ഒരംശം പോലും അറിയാത്തവരായിരിക്കും. തങ്ങളുടെ വൈകൃത സ്വഭാവത്തിനോ അല്ലെങ്കിൽ പണത്തിനോ വേണ്ടിയാവും ഇത്തരം പ്രവർത്തികൾക്ക് ബുദ്ധി ഉപദേശിക്കുന്നത്. ഇലന്തൂരിലും അവസ്ഥ മറ്റൊന്നല്ല. പണത്തിനും വൈകൃതമായ ലൈംഗിക ആസ്വാദനത്തിനും വേണ്ടി വലിയൊരു തിരക്കഥയൊരുക്കി ഒരുപാട് പേരുടെ ജീവിതത്തിനെ ഇരുട്ടിലാഴ്ത്തുകയായിരുന്നു ഷാഫി. താൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെന്നാണ് പലരോടും ഷാഫി പറഞ്ഞിട്ടുള്ളത്. ബാറിൽ കുടിച്ചുകൊണ്ടിരിക്കവേ മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വാതോരാതെയും മറ്റാരെക്കൊണ്ടും ഒന്നും മിണ്ടിക്കാതെയും ഷാഫി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു എന്നാണ് ഷാഫിയുടെ കള്ളുകുടി പരിചയക്കാരൻ പറയുന്നത്. പേരുകൊണ്ട് മുസ്ലിമായ ഷാഫി മുസ്ലിം മതാചാര പ്രകാരമല്ല ജീവിച്ചിരുന്നത് എന്ന് ഭാര്യ നബീസയുടെ വാക്കുകളിലൂടെയും വ്യക്തമാണ്. മനഃശാസ്ത്രജ്ഞർ സാധാരണയായി പറയാറുള്ള ഒരു കാര്യം, ഇത്തരം സൈക്കോപാത്തുകൾ പൊതുവെ മതങ്ങളിലോ മറ്റ് തത്വശാസ്ത്രങ്ങളിലോ വിശ്വസിക്കാത്തവരും എല്ലാവിധ ധാർമ്മിക ബോധങ്ങളെയും മറികടന്നുള്ള ജീവിതം നയിക്കുന്നവരും ആയിരിക്കുമെന്നാണ്. അങ്ങനെ ഒരുപാട് ശ്രമങ്ങൾക്ക് ശേഷമാണ് ഷാഫി ആലപ്പുഴക്കാരിയായ റോസ്ലിയെ കണ്ടുമുട്ടുന്നത്. ഷാഫിയുടെ ഹോട്ടൽ പരിസരത്ത് സ്ഥിരമായി ലോട്ടറി വിൽക്കാനായി വരുന്ന റോസ്ലിനുമായി പല വിധത്തിലുള്ള കുശലം ചോദിപ്പുകളും മറ്റും ഷാഫിക്കുണ്ടായിരുന്നു. അങ്ങനെ പതിയെ പതിയെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുവാൻ താൻ സഹായിക്കാമെന്ന് ഷാഫി റോസ്ലിനോട് പറഞ്ഞു. തനിക്കൊരു നീലചിത്ര നിർമ്മാതാവിനെ അറിയാമെന്നും അയാളുടെ ചിത്രത്തിൽ അഭിനയിച്ചാൽ 3 ലക്ഷം മുതൽ 10 ലക്ഷം വരെ കിട്ടുമെന്നും കിട്ടുന്നതിൽ പകുതി തനിക്ക് നൽകണമെന്നുമൊക്കെ പറഞ്ഞ് റോസ്ലിനെ വിശ്വസിപ്പിച്ചു. മറ്റൊരു ആൺ സുഹൃത്തുമായി ഒരു ചെറിയ വാടക വീട്ടിൽ വളരെ ഇടുങ്ങിയ ജീവിതം തള്ളി നീക്കുന്ന ഒരാളായിരുന്നു റോസ്ലിൻ. ജീവിതം മെച്ചപ്പെടുത്താനുള്ള കനലോട്ടത്തിൽ നിന്നൊരു കരകയറ്റമാകുമെന്ന് കരുതിയാവണം റോസ്ലിൻ ഷാഫിയോട് സമ്മതം മൂളിയത്. അങ്ങനെയാണ് ഇരുവരും പത്തനംതിട്ടയ്ക്ക് വണ്ടി കയറുന്നത്. ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെയും കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാടിനിടയിൽ വീണുകിട്ടിയ ലോട്ടറിയായി കരുതി റോസ്ലിൻ വഴിനീളെ കിനാവ് കണ്ടിരിക്കാം. യാത്രയുടെ അന്ത്യത്തിൽ പതിയിരിക്കുന്ന അപകടത്തെ ഒരു ദുസ്വപ്നമായി പോലും അവർ കണ്ടു കാണില്ല. അന്നേ ദിവസം ഉച്ചയോടടുത്ത സമയത്ത് ചോല വീണ ഇടനാഴിയിലൂടെ ഇലന്തൂരിലെ ഭഗവത് സിംഗിന്റെയും ലൈലയുടെയും വീട്ടിലേക്ക് ഷാഫി എത്തിച്ചു. റോസ്ലിന്റെ മുഖത്ത് വരാനിരിക്കുന്ന സമ്പൽ സമൃദ്ധിയുടെയും ഭാഗ്യം നിറഞ്ഞ നാളുകളുടെയും പ്രതിഫലനം കണ്ട് ലൈലയും ഭഗവത് സിംഗും മതിമറന്ന ചിരിയിൽ അവരെ സ്വാഗതം ചെയ്തു. അവരുടെ മനസ്സിൽ ചെയ്യാനിരിക്കുന്ന ക്രൂരമായ കാര്യങ്ങളെപ്പറ്റിയുള്ള ആകുലതകളോ ഭയമോ ഉണ്ടായിരുന്നോ അറിയില്ല. അല്ലെങ്കിൽ ഏറെ നാൾ കാത്തിരുന്ന ഒരു ദിവസം എന്ന അർത്ഥത്തിലുള്ള സന്തോഷമാണോ അവരുടെ മനസ്സിൽ, അതും അറിയില്ല. ഷാഫിയുടെ മനസ്സിൽ താൻ ഇത്രയും നാൾ ക്ഷമയോടെ നെയ്തെടുത്ത വലയിൽ ഒരു ഇര കുടുങ്ങുമ്പോൾ ഉണ്ടാവുന്ന ആനന്ദമായിരിക്കുമോ? റോസ്ലിൻ പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിലും കയ്യിൽ വരുന്ന കാശിന്റെയും അതിലൂടെ ജീവിതം മെച്ചപ്പെടും എന്നൊക്കെയുള്ള ചിന്തയിലുമായിരിക്കാം മുന്നോട്ടു പോയത്. ഇതെല്ലാം ഊഹങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് കൊല്ലപ്പെട്ട റോസ്ലിന്റെയും കൊല ചെയ്ത ലൈലയുടെയും ഭഗവത് സിംഗിന്റെയും ഷാഫിയുടെയും മനസ്സിന്റെ ഉള്ളറകളിൽ പതിഞ്ഞു കിടപ്പുണ്ടാവും. അവിടെ നടന്നതായി നമ്മൾ കേൾക്കുന്ന കഥകൾ ഭഗവത് സിംഗും ലൈലയും ഷാഫിയും പറയുന്നതാണ്. അത് എത്ര കണ്ട് ശരിയാണെന്നുള്ളത് പരിശോധിച്ച് നോക്കാൻ കണ്ടവരായോ അനുഭവിച്ചവരായോ ആരുമില്ല. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിറ്റിക് തിയറി പ്രകാരം ഓരോ മനുഷ്യന്റെയും വ്യക്തിത്വം എന്നുള്ളത് 3 വ്യത്യസ്ത ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ എന്നിവയാണത്. ഇഡ് ഒരു മനുഷ്യന്റെ ഉപബോധ മനസ്സിൽ കുടികൊള്ളുന്ന കാര്യങ്ങളാണ്. മനുഷ്യനുള്ളിലെ സഹജമായ ആഗ്രഹങ്ങൾ നിലനിൽക്കുന്നൊരിടമാണ് അത്. വിശപ്പ്, ദാഹം, ലൈംഗികതയ്ക്കുള്ള ത്വര തുടങ്ങിയതും മനുഷ്യന്റെ ഉള്ളിലെ എല്ലാ ദുഷിച്ച ചിന്തകളുടെയും നിലനിൽപ്പും ഈ ഇടത്തിലാണ്. കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹങ്ങളും ഇവിടെയാണുള്ളത്. ഇനി സൂപ്പർ ഈഗോ എന്നാൽ ഇവയുടെ എല്ലാം നിയന്ത്രണമാണ്. അവിടെയാണ് നമ്മുടെ സംസ്കാരം, ധാർമ്മിക ബോധം, വിശ്വാസം, സാമൂഹിക മൂല്യങ്ങൾ എന്നിവ നിലനിൽക്കുന്നത്. ഇനി ഈഗോ എന്നാൽ ഇഡിനെയും സൂപ്പർ ഈഗോയെയും ബാലൻസ് ചെയ്യുന്ന ഒരിടമാണ്. ഇഡിന്റെ പ്രാക്ടിക്കാലിറ്റി മനസ്സിലാക്കി നിർവഹിക്കുന്ന ഇടമാണത്. ഒരു സാധാരണ മനുഷ്യൻ
ഇഡും സൂപ്പർ ഈഗോയും കൃത്യമായി ബാലൻസ് ചെയ്ത് പോകുന്നയാളാവും. ഇനി ഒരു തരത്തിലും സൂപ്പർ ഈഗോയെ അംഗീകരിക്കാതെ തള്ളിക്കളഞ്ഞ് ഇഡിനെ നടപ്പാക്കുന്നവരാണ് പൊതുവെ ക്രിമിനലുകൾ. ഇനി ഇഡിനെ സൂപ്പർ ഈഗോ ഉപയോഗിച്ച് അടിച്ചമർത്തുന്നവരാണ് മാനസിക വിഭ്രാന്തികൾക്ക് അടിമപ്പെടുന്നത്. ഈ ഒരു രീതിയിൽ ഷാഫിയുടെയും ഭഗവത് സിംഗിന്റെയും ലൈലയുടെയും മാനസിക നിലകളെ വിശകലന വിധേയമാക്കിയാൽ അവരുടെയൊക്കെ പ്രവൃത്തികളെ മനസ്സിലാക്കാൻ കഴിയും. വയലൻസ് എന്നത് എല്ലാ മനുഷ്യരിലുമുള്ള ഒരു വികാരമാണ്. അതിനെ സാമൂഹിക മൂല്യങ്ങൾ കൊണ്ടും വിശ്വാസങ്ങൾ കൊണ്ടും ധാർമ്മിക ബോധം കൊണ്ടും ക്രമീകരിക്കുന്നവരാണ് കൂടുതലും. എന്നാൽ ഇതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് ചിലർ അത് പുറത്തു കൊണ്ടുവരുന്നു. ഷാഫി അതിലേക്ക് എത്തുന്നത് തന്റെ ലൈംഗിക വൈകൃതങ്ങളെ ശമിപ്പിക്കാനാണെങ്കിൽ അത്രയേറെ വൈകൃതമായൊരു ചിന്തയോടെ തന്നെയാണ് ലൈലയും ഭഗവത് സിംഗും ഈ പ്രവർത്തികളിലേക്ക് എത്തിപ്പെടുന്നത്. പണവും സൗഭാഗ്യങ്ങളും നേടാനായി ഒരു മനുഷ്യന് പലതും ചെയ്യാം. നേരായ രീതിയിൽ കച്ചവടം ചെയ്ത് ധനമുണ്ടാക്കാം. പണം കൊണ്ട് മാത്രം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സൗഖ്യം ഉണ്ടാവില്ല എന്നാണ് എല്ലാ വിശ്വാസങ്ങളും തത്വശാസ്ത്രങ്ങളും പറയുന്നത്. സ്വന്തത്തിനും സമൂഹത്തിനും വേണ്ടി നല്ലത് ചെയ്യലാണ് അതിനുള്ള വഴിയായി എല്ലാവരും പറയുന്നത്. ഇനി ഒരു മനുഷ്യന് പണമുണ്ടാക്കാനായി മോഷണം നടത്താം. അന്യായമായിട്ട് മറ്റൊരാളുടെ ധനം സ്വന്തമാക്കുന്നത് ഒരു പ്രത്യശാസ്ത്രവും വിശ്വാസവും നന്മയായി കൂട്ടുന്നില്ല. ഈ തത്വശാസ്ത്രങ്ങളും ധാർമ്മിക ബോധങ്ങളും ഒരാളുടെ സൂപ്പർ ഈഗോയിൽ കിടക്കുന്നത് കൊണ്ടാണ് സാധാരണയായി ആരും മോഷണത്തെ ധനം ഉണ്ടാക്കാനുള്ള ഉപാധിയായി കാണാത്തത്. ഭഗവത് സിംഗും ലൈലയും ഇവിടെ ഇത്തരം സൂപ്പർ ഈഗോകളെ മറികടന്ന് അവരുടെ ഉപബോധ മനസ്സുകളിലെ അടങ്ങാത്ത ആർത്തിയുടെ മൂർത്തിഭാവത്തെയാണ് പുറത്തെടുക്കുന്നത്. അന്ധവിശ്വാസവും ആഭിചാരവുമൊക്കെ അതിനുവേണ്ട നിലമൊരുക്കുകയായിരുന്നു. പിടിയിലായതിനു ശേഷം ഷാഫിയും ലൈലയും ഭഗവത് സിംഗും പറഞ്ഞത് പ്രകാരം റോസലിന് 3 ലക്ഷം കൊടുക്കാമെന്ന വ്യവസ്ഥയിൽ സമ്മതിച്ചു. ചിത്രീകരണത്തിന്റെ ആവശ്യത്തിനെന്നോണം വസ്ത്രമഴിപ്പിച്ച് നഗ്നയാക്കി കട്ടിലിൽ കിടത്തി കാലും കൈയും കട്ടിലിന്റെ 4 കാലുകളിലായി ബന്ധിപ്പിച്ചു. വായിൽ തുണിയിറക്കി കെട്ടിയതിനു ശേഷം ഷാഫി നരബലിയുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങളെന്നോണം എന്തൊക്കെയോ പറഞ്ഞു. റോസലിന് അപ്പോഴേക്കും താൻ ചതിയിൽപ്പെട്ടതാണെന്ന് മനസ്സിലായി കാണുമായിരിക്കും. എങ്കിലും തന്നെ വികൃതമായ രീതിയിൽ കൊല്ലപ്പെടുത്തുമെന്ന് അവർ ചിന്തിച്ചു കാണില്ല. ഇരയുടെ കഴുത്തിൽ കത്തിവെക്കും മുന്നേയുള്ള അവസാന നിമിഷത്തിൽ ഇരയുടെ ഭാവങ്ങൾ ആസ്വദിക്കുക ഷാഫിയെ സംബന്ധിച്ച് ഏറെ ഉന്മാദം പകരുന്ന ഒന്നായിരിക്കും. അതുകൊണ്ടാവാം ഒറ്റയടിക്ക് കൊല്ലുന്നതിന് പകരം അക്ഷരാർത്ഥത്തിൽ ഇഞ്ചിഞ്ചായി കൊന്നത്. ആദ്യം ലൈലയുടെ കയ്യിൽ കത്തി കൊടുത്ത ശേഷം റോസലിന്റെ യോനിയിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ പറഞ്ഞു. ലൈലയുടെ കൈകൾ വിറച്ചിരിക്കുമോ? മനുഷ്യന് എന്തും ശീലമാക്കാം. ഏത് താഴ്ചയിലേക്ക് വേണമെങ്കിലും അധപ്പതിക്കാനും ഏത് ഉയരത്തിലേക്ക് ഉയരാനും കഴിയും. ഒരു കുഞ്ഞിനെ പ്രസവ വേദനയിലൂടെ കടന്നുപോയി പ്രസവിച്ച ഒരു സ്ത്രീയാണ് ലൈല. അധപ്പതനത്തിന്റെ പടുകുഴിയുടെ കാളിമയാർന്ന ഇരുട്ട് അവരുടെ മനസ്സിൽ നിന്നും സ്ത്രീ എന്ന നിലയ്ക്കുള്ള സർവ്വവികാരങ്ങളെയും മായ്ച്ചു കളഞ്ഞിരിക്കാം. അതുകൊണ്ടാണ് അത്തരമൊരു ക്രൂരതയ്ക്ക് അവർ തയ്യാറായത്. ഷാഫി റോസലിന്റെ വേദനയിലൂടെ ഉന്മാദിയായിരുന്നു കാണണം. ആ കത്തി ഭഗവത് സിംഗിന് കൈമാറിയതിനു ശേഷം മാറിടങ്ങൾ മുറിച്ചു മാറ്റുവാൻ പറഞ്ഞു. അതുകൂടിയായപ്പോൾ വേദന സഹിക്കാൻ കഴിയാതെ അവർ മരണത്തിന് കീഴടങ്ങി. പിന്നെ ഷാഫിയും ലൈലയും ചേർന്ന് റോസലിന്റെ കഴുത്തറുത്ത് മാറ്റി. തിരുമൽ കേന്ദ്രത്തിലെ മരുന്ന് മുറിക്കുന്ന പലകയിൽ കിടത്തി ഒരു ഇറച്ചിവെട്ടുകാരന്റെ വൈദഗ്ധ്യത്തോടെ ഷാഫി റോസലിന്റെ ശരീരം തുണ്ടം തുണ്ടമായി മുന്നേ തയ്യാറാക്കിയ കുഴികളിൽ നിക്ഷേപിച്ചു. ഇതിലൊന്നും തൃപ്തി വരാത്ത ഷാഫി റോസലിന്റെ ശരീരഭാഗങ്ങൾ പാകം ചെയ്ത് കഴിക്കുന്നതും ഗുണം ചെയ്യുമെന്ന് പറഞ്ഞു. ഷാഫിയുടെ നേതൃത്വത്തിൽ അവർ മനുഷ്യ ശരീരം പാകം ചെയ്ത് കഴിച്ചു. മനുഷ്യ മനസാക്ഷിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അന്ന് ഇലന്തൂരിൽ നടന്നത്. ഒരാളെ മൃഗീയമായി കൊല്ലുക, അവയവങ്ങൾ അനേകം കഷ്ണങ്ങളാക്കുക, ശരീരഭാഗങ്ങൾ ഭക്ഷിക്കുക. കുറ്റകൃത്യങ്ങളിൽ യാതൊരു മുൻപരിചയവുമില്ലാത്ത ലൈലയും ഭഗവത് സിംഗും ഈ ഒരു അവസ്ഥയെ മറികടക്കുന്നത് ഒരു തരത്തിലും ഉൾക്കാഴ്ചയില്ലാത്ത അന്ധമായ വിശ്വാസത്തിന്റെ ഇരുട്ടിലൂടെയാണ്. അതിൻ്റെ ഓരോ നിമിഷങ്ങളിലും അതിനെ ആസ്വദിക്കുന്ന അല്ലെങ്കിൽ പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ലൈലയും ഭഗവത് സിംഗും എത്തിച്ചേർന്നിരിക്കണം. അതുകൊണ്ടാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ വളരെ സ്വാഭാവികമായ രീതിയിൽ പെരുമാറാൻ ഇരുവർക്കും സാധിച്ചത്. അയൽക്കാരും ബന്ധുക്കളും പറയുന്നത് പ്രകാരം
ആ ദിവസങ്ങളിൽ ഭഗവത് സിംഗിന്റെയും ലൈലയുടെയും ഒന്നും സ്വഭാവങ്ങളിൽ ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നില്ല. സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്രയും ഭയാനകമായ രീതിയിൽ തലയർത്തും ശരീരഭാഗങ്ങൾ മുറിച്ചുമൊക്കെ കൊലപാതകം നടന്നൊരു വീട്ടിൽ തുടർന്ന് താമസിക്കൽ മാനസികമായി ഏറെ സമ്മർദ്ദത്തിലാക്കും. ആ കൃത്യത്തിൽ പങ്കാളികളായ ഇരുവരും തികച്ചും സ്വാഭാവികമായ രീതിയിൽ തുടർന്നും അവിടെ കഴിയണമെങ്കിൽ അവരും ഒരു തരത്തിലുള്ള സൈക്കോപാത്തിക് സിറ്റുവേഷനിലേക്ക് എത്തിയിരിക്കണം. തുടർന്നുള്ള നാളുകൾ നരബലിയുടെ പ്രതിഫലത്തിനായുള്ള കാത്തിരിപ്പാണ്. റോസ്ലിനിൽ നിന്നും രണ്ടാമത്തെ ഇരയായ പത്മയിലേക്കുള്ള ദൂരത്തിനിടയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ലൈലയ്ക്കും ഭഗവത് സിംഗിനും വന്നതെന്ന് അറിയാവുന്ന വിവരങ്ങൾ വെച്ച് പരിശോധിച്ചാൽ ലൈലയിൽ സാരമായ മാറ്റങ്ങൾ ദൃശ്യമാവുന്നുണ്ട്. ഇതെല്ലാം ഇവരുടെ മൊഴികൾ വെച്ച് മാത്രം കാണാൻ കഴിയില്ല. കാരണം ഇവർ പറയുന്നതൊക്കെ എത്ര കണ്ട് വിശ്വസനീയമാണെന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, നേരത്തെ പറഞ്ഞതുപോലെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിറ്റിക് തിയറി പ്രകാരം നോക്കുകയാണെങ്കിൽ ഒരാളുടെ സംസാരത്തിൽ താൻ പോലും അറിയാത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാവും എന്നാണ്. അപ്പോൾ ഇത്തരം ക്രൈമിൽ ഏർപ്പെടുന്നവർ പലതും മറയ്ക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് ഷാഫിയെപ്പോലുള്ള വളരെ കണ്ണിങ് ആയ ഒരു കുറ്റവാളി. ഫ്രോയിഡ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം ഉപബോധ മനസ്സ് ഒരിക്കലും ഒന്നും മറച്ചുവെക്കില്ല എന്നും യാഥാർത്ഥ്യത്തിന്റെ പച്ചയായ അവസ്ഥ അവിടെയാണ് കിടക്കുന്നത് എന്നുമാണ്. എങ്ങനെയാണ് ഒരാളുടെ ഉപബോധ മനസ്സിനെക്കുറിച്ച് പഠിക്കാൻ കഴിയുന്നത് എന്നതാണ് അടുത്ത ചോദ്യം. ഇതിന് പല വഴികളും ഫ്രോയിഡ് കാണിച്ചു തരുന്നുണ്ട്. ഇതിന്റെ മറ്റൊരു രൂപമാണ് നാർക്കോ അനാലിസിസിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് എത്ര കണ്ട് വിശ്വാസത്തിലെടുക്കാം എന്നുള്ള പല ചർച്ചകളും നടക്കുന്നുണ്ട്. ഹിപ്നോസിസും സ്വപ്നവ്യാഖ്യാനവും സ്ലിപ്പ് ഓഫ് ടങ്കുമൊക്കെ ഇതിന്റെ പല വഴികളാണ്. കൃത്യമായ ഒരു ഫൈൻഡിങ്ങിലേക്ക് എത്തുക പ്രയാസമാണ്. ഒരാളുടെ സംസാരത്തിനപ്പുറത്ത് അയാളെ മനസ്സിലാക്കണമെങ്കിൽ അയാൾ സംസാരത്തിൽ പുലർത്തുന്ന പാറ്റേണിലൂടെ, അയാളുടെ സംസാരത്തിലെ ചെറിയ ചെറിയ അബദ്ധങ്ങളിലൂടെ, ആ സമയത്തുള്ള അയാളുടെ സ്വഭാവത്തിലൂടെയൊക്കെ കടന്നുപോയാൽ അവർ പറയുന്നതിൻ്റെ മറ്റൊരു വശം, അതായത് ഉപബോധ മനസ്സിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും. 3-4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ കാലയളവിൽ നടന്നതായി നമുക്ക് അറിയാൻ കഴിയുന്നത്. ഷാഫി ഇടയ്ക്കിടയ്ക്ക് ഇലന്തൂരിൽ പോകുമായിരുന്നു. ഭഗവത് സിംഗിന്റെ സാന്നിധ്യത്തിൽ തന്നെ ലൈലയും ഷാഫിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ലൈലയും ഷാഫിയും ചേർന്ന് ഭഗവത് സിംഗിനെയും കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടു. കൂടാതെ ലൈംഗിക വൃത്തിക്കായി വാഹനവും ഇടവും വാഗ്ദാനം ചെയ്ത് കുറച്ചുപേരെ ഷാഫി ഇലന്തൂരിൽ കൊണ്ടുവന്നിരുന്നു. ഷാഫി, ലൈല, ഭഗവത് സിംഗ്, ഈ 3 പേരടങ്ങുന്ന സംഘത്തെ നോക്കുകയാണെങ്കിൽ ഷാഫിയാണ് ആജ്ഞകൾ പുറപ്പെടുവിക്കുന്ന ആൾ. ഒരു പാട്രിയാർക്കിക്കൽ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന സംഘങ്ങൾ ഏറിയ പങ്കും നയിക്കുന്നത് പുരുഷന്മാരാവുമെന്നാണ് നരവംശാസ്ത്രജ്ഞരുടെ വാദം. അങ്ങനെയാണെങ്കിൽ ഈ സംഘത്തിൽ 2 പുരുഷന്മാരിൽ ഷാഫിയാണ് ശാരീരികമായും മാനസികമായും ഭഗവത് സിംഗിനേക്കാൾ മുന്നിൽ. അതുമാത്രമല്ല, ഷാഫിയെ അനുസരിച്ചാൽ മാത്രമേ കുടുംബത്തിന്റെ മേലുള്ള ശാപം മാറി സൗഖ്യം വരികയുള്ളൂ. ഷാഫിയുടെ ലൈംഗിക ഇരകളെല്ലാവരും തന്നെ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. ലൈലയുടെ പ്രായവും 50 കഴിഞ്ഞിട്ടാണ്. ഭഗവത് സിംഗിനേക്കാളും ആരോഗ്യവും കാര്യസാമർഥ്യവുമുള്ള ആളെന്ന നിലയ്ക്കുള്ള അടുപ്പവും ലൈലയ്ക്ക് ഷാഫിയിൽ തോന്നിയിരിക്കാം. പ്രത്യേകിച്ച് ഇത്തരമൊരു പ്രവൃത്തിയിലൂടെ വന്നതുകൊണ്ടുണ്ടാകുന്ന അടുപ്പവും. അങ്ങനെയാവും അവർ തമ്മിലൊരു ലൈംഗിക ബന്ധത്തിന്റെ സാധ്യത മനസ്സിൽ കണ്ട് ഒരു പൂജാവിധിയായി ലൈലയും ഷാഫിയും തമ്മിലുള്ള ലൈംഗിക വീഴ്ചയെ അവതരിപ്പിക്കുകയും ഭർത്താവ് ഭഗവത് സിംഗിനെ സാക്ഷി നിർത്തി അത് നടത്തുകയും ചെയ്തത്. പക്ഷേ എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും വളരെ സങ്കീർണമായൊരു മാനസികാവസ്ഥ ഉള്ളവരാണ് ഭഗവത് സിംഗും ലൈലയും. ഒരു ഭർത്താവ് നോക്കി നിൽക്കെ വേറൊരു പുരുഷനുമായി രതിയിലേർപ്പെടുക, അത് ഭർത്താവ് ഒരു പൂജയെന്നോണം സമർപ്പണത്തോടെ കാണുക. ഭർത്താവ് നോക്കി നിൽക്കെ അയാളുടെ ഭാര്യയുമായുള്ള ബന്ധത്തിലൂടെ ഹൈപ്പർ സെക്ഷുവലായ ആസ്വാദനമാവും ഷാഫിയിൽ ഉണ്ടായിരുന്നിരിക്കുക. 2 തരത്തിലുള്ള ടാബുകളെക്കുറിച്ചാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. ടാബു എന്നാൽ ഒരു സമൂഹം പൊതുവായോ അല്ലെങ്കിൽ മതവിശ്വാസപ്രകാരമോ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലോ ഉള്ള വിലക്കുകളാണ്. ഫ്രോയിഡ് പറഞ്ഞ 2 ടാബു ഇൻസിസ്റ്റും പാട്രിസൈഡുമാണ്. ഇതിൽ ഇൻസിസ്റ്റ് എന്നാൽ ലൈംഗിക ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട വിലക്കുകളാണ്.
ഇവിടെ ഷാഫിയും ലൈലയും തമ്മിൽ ഭർത്താവ് ഭഗവത് സിംഗിന്റെ സാന്നിധ്യത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മതപരമായും സാംസ്കാരികപരമായും നിലനിൽക്കുന്ന ലൈംഗിക നിബന്ധനകളെ തകർക്കലാണോ എന്നൊരു ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. പറയപ്പെടുന്ന സാംസ്കാരിക മതധാർമ്മിക ചട്ടക്കൂടുകൾ തെറ്റാണോ ശരിയാണോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. എന്നിരുന്നാലും ഇത്തരം പ്രവൃത്തികളിലൂടെ ഒരു സൈക്കോപാത്തിക് ബിഹേവിയറിലേക്ക് ഷാഫി ഭഗവത് സിംഗിനെയും ലൈലയെയും കൊണ്ടുവരികയാണ് എന്നതാണ് ഇതിലെ പ്രധാന സൂചന. ഷാഫി ലൈംഗിക വൃത്തിക്കായി സ്ത്രീകളെയും പുരുഷന്മാരെയും പല സന്ദർഭങ്ങളിലായി ഇലന്തൂരിലേക്ക് കൊണ്ടുവന്നിരുന്നതായി 3 പേരും പറയുന്നുണ്ട്. ഒരുപക്ഷെ ഒരു സിദ്ധനെന്ന് ചമഞ്ഞ് ഭഗവത് സിംഗിന്റെയും ലൈലയുടെയും മുന്നിൽ എത്തിയ ഷാഫിയുടെ സകല മറകളും മാറ്റി തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് ഈ കാലയളവിൽ ഷാഫി എത്തിപ്പെട്ടിരിക്കാം. സ്വന്തം വീടിനെ ലൈംഗിക തൊഴിലിനായുള്ള ഒരു പൊതു ഇടമാക്കി മാറ്റാൻ ഷാഫിക്ക് ഭഗവത് സിംഗും ലൈലയും അനുമതി കൊടുക്കണമെങ്കിൽ ഷാഫിയുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലേക്ക് അവർ 2 പേരും എത്തിയിരിക്കണം. ഷാഫിയെ വിശ്വസിച്ച് കുടുംബത്തിന്റെ ശാപം നീങ്ങാനായും ഐശ്വര്യം വരാനായും ഒരാളെ മൃഗീയമായി കൊലപ്പെടുത്തുക, ഷാഫിയുടെ നിർദ്ദേശപ്രകാരം ലൈല ഭഗവത് സിംഗിന്റെ സാന്നിധ്യത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് സാമാന്യ ബോധത്തിന് ഇത് സാധിക്കുമോ എന്ന ചോദ്യചിഹ്നവുമായി നോക്കിക്കാണുന്ന എല്ലാ കാര്യങ്ങളും ഇവർക്ക് സാധ്യമാണ് എന്നതാണ്. ലൈലയും ഷാഫിയും തമ്മിലുള്ള ബന്ധം ഒരുപടി മുന്നിലേക്ക് പോയിരുന്നു. ഷാഫി എന്ന സൈക്കോപാത്തിന്റെ ചിന്തകൾ സാധാരണ മനുഷ്യരുടെ ചിന്തകളെക്കാളും കൂർത്തതാവും. ഭഗവത് സിംഗിനെ ഒഴിവാക്കിയാൽ ലൈലയിലൂടെ ഭഗവത് സിംഗിന്റെ സ്വത്തുക്കൾ തനിക്ക് സ്വന്തമാക്കാൻ കഴിയും. ഒരാളെ കൊല്ലാനും തന്റെ സാന്നിധ്യത്തിൽ ഭാര്യ മറ്റൊരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനും സമ്മതിച്ച ഒരാളെ സ്വന്തം ജീവനെടുപ്പിക്കാനും തനിക്ക് കഴിയുമെന്ന് ഷാഫി ചിന്തിച്ചിരിക്കാം. അതുകൊണ്ടാണ് ലൈലയുമായി ചേർന്ന് ഭഗവത് സിംഗിനെ ഒഴിവാക്കാനുള്ള പദ്ധതി ഇട്ടത്. അങ്ങനെ പോകുമ്പോഴാണ് നരബലിക്ക് ശേഷവും സമ്പത്തോ സൗഖ്യമോ വരുന്നതായി ഭഗവത് സിംഗിനും ലൈലയ്ക്കും അനുഭവപ്പെടുന്നില്ലെന്ന് ഷാഫിയോട് പറയുന്നത്. ഇതവർ പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞതാണ്. ഒരുപക്ഷെ ഒരിക്കൽ ചെയ്ത ക്രൈം നൽകിയ ഉന്മാദാവസ്ഥ വീണ്ടും അനുഭവിക്കാനുള്ള ആസക്തിയാവും വീണ്ടും ഒരു നരബലി എന്നതിലേക്ക് ഇവരെ എത്തിച്ചത്. ആദ്യ കൃത്യത്തിന് ശേഷമുള്ള അവരുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ ഇതിന് തെളിവാണ്. കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം അവരുടെ മനസ്സിൽ ഉണ്ടാവുന്നതായി നമുക്ക് കാണാവുന്നതാണ്. കടുത്ത ശാപം ഒഴിവാക്കുന്നതിനായി വീണ്ടും നരബലി ചെയ്യുവാൻ ഷാഫി പറഞ്ഞത് പ്രകാരം ഭഗവത് സിംഗും ലൈലയും തീരുമാനിക്കുന്നു. ഇതിനൊക്കെ വേണ്ടി എത്ര രൂപ മുടക്കാനും ഭഗവത് സിംഗ് സന്നദ്ധനായിരുന്നു. എറണാകുളത്ത് പല ലോട്ടറി വിൽക്കുന്ന സ്ത്രീകളോടും ഷാഫി പത്തനംതിട്ടയിൽ ഒരു ദമ്പതികൾക്ക് പൂജയ്ക്ക് ചില സഹായങ്ങൾ ചെയ്യാൻ പോയാൽ ലക്ഷങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. 1-2 പേരോട് വളരെ അടുപ്പത്തിൽ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുമെന്നൊക്കെ പറഞ്ഞ് മനം മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെയാണ് തമിഴ്നാട് സ്വദേശിനിയായ പത്മം ഷാഫിയുടെ വലയിൽ കുരുങ്ങുന്നത്. 15 വർഷം മുന്നേ ഭർത്താവിനോടൊപ്പം കൊച്ചിയിലെത്തിയ പത്മം സ്വന്തം കുടുംബം കരപിടിക്കുന്നതിനു വേണ്ടി അഹോരാത്രം പണിയെടുത്തു. 2 ആൺമക്കളെയും പഠിപ്പിച്ച് വലുതാക്കി. അവർ ജോലിയും നേടി. നാട്ടിൽ സ്വന്തമായി ഒരു വീടും നിർമ്മിച്ചു. എരിവെയിലിലും കോരിച്ചൊരിയുന്ന മഴയത്തും തളരാതെ അധ്വാനിച്ച പത്മം കുടുംബത്തിനെ കരകയറ്റിയ ആശ്വാസത്തിൽ വിശ്രമ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കവെയാണ് ഷാഫി കാലന്റെ രൂപത്തിൽ പത്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഷാഫിയുടെ ഹോട്ടലിൽ സ്ഥിരം വരികയും ആഹാരം കഴിക്കുകയും കുശലം പറയുകയും ചെയ്തിരുന്ന പത്മവുമായിട്ട് ഷാഫിക്ക് മുൻപരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ പത്മത്തിന്റെ ജീവിത സാഹചര്യങ്ങൾ ഷാഫിക്ക് അറിയാമായിരുന്നു. ഒരു മന്ത്രവാദത്തിന് സഹായിച്ചാൽ ലക്ഷങ്ങൾ നൽകാമെന്ന് പറഞ്ഞപ്പോൾ പത്മം ശിഷ്ടകാലം അധ്വാനിക്കാതെ വിശ്രമജീവിതം നയിക്കാമെന്ന കിനാവ് കണ്ടത് ഇങ്ങനെയൊരു പേക്കിനാവിലാണ് അവസാനിച്ചത്. ഇങ്ങനെയൊരു കാര്യമായതിനാൽ ആരോടും ഇതിനെപ്പറ്റി മിണ്ടാൻ പാടില്ലെന്ന് ഷാഫി താക്കീത് ചെയ്തിരുന്നു. അങ്ങനെ 2022 സെപ്റ്റംബർ 26-ന് പത്മയെ തന്റെ വെള്ള സ്കോർപിയോ കാറിൽ കയറ്റി ഇലന്തൂരിലേക്ക് കൊണ്ടുപോയി. ഇലന്തൂരിൽ എത്തിയതിനു ശേഷം ഷാഫിയും പത്മവും തമ്മിൽ കാശുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടാവുന്നു. തുടർന്ന് ഒരു പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് പത്മത്തിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു.
ശേഷം മരുന്ന് മുറിക്കുന്ന പലകയിൽ മലർത്തിക്കിടത്തി പത്മത്തിന്റെ തുണിയഴിച്ചു മാറ്റി മാറിടവും രഹസ്യഭാഗങ്ങളും അറുത്തുമാറ്റി. തുടർന്ന് കഴുത്തും മറ്റു ശരീരഭാഗങ്ങളും അതീവ വിദഗ്ധമായി ഷാഫി മുറിച്ചു വേർപെടുത്തി. വാർന്നിറങ്ങുന്ന രക്തം ഒരു കപ്പിലാക്കി വീടിനു ചുറ്റും തളിക്കാനായി ഷാഫി നിർദ്ദേശിച്ചു. തുടർന്ന് പത്മയുടെ ശരീരം അനേകം കഷ്ണങ്ങളാക്കി മാറ്റിയിട്ട് വീടിനോട് ചേർന്ന് മുന്നേ തയ്യാറാക്കിയ കുഴിയിൽ ശരീരഭാഗങ്ങൾ നിക്ഷേപിക്കുകയും ഉപ്പ് വിതറിയ ശേഷം മണ്ണിട്ട് മൂടുകയും ചെയ്തു. പത്മയുടെ ശരീരഭാഗങ്ങളിൽ ചിലത് ഫ്രീസറിൽ സൂക്ഷിക്കാനായി ഷാഫി അവരോട് പറഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ പുറത്തുനിന്ന് ആളുകൾ മാംസം വാങ്ങാൻ വരുമെന്ന് പറഞ്ഞു. പത്മയുടെ ശരീരത്തെ റോസ്ലിനോട് ചെയ്തതിനേക്കാൾ ക്രൂരമായ രീതിയിലായിരുന്നു വെട്ടിനുറുക്കിയത്. കായികമായ അധ്വാനം ഏറെ വരുന്ന കാര്യമാണ് ഒരാളുടെ ശരീരം 56 കഷ്ണങ്ങളായി വെട്ടിനുറുക്കൽ. അത്രയും കഷ്ടപ്പെട്ട് അത്തരമൊരു പ്രവൃത്തിയിൽ ഏർപ്പെടണമെങ്കിൽ ഏതളവിലാണ് അവർ അതിൽ നിന്നും ഉന്മാദം കണ്ടെത്തുന്നതെന്ന് ഊഹിക്കാവുന്നതാണ്. പത്മയുടെ ശരീരത്തിൽ ചെയ്യാവുന്നത്ര ക്രൂരതകളൊക്കെ ചെയ്തിരുന്നു. ഒരു നരബലിയിലൂടെ കിട്ടുന്ന സമ്പൽ സമൃദ്ധിയും സൗഖ്യത്തിനും അപ്പുറത്തേക്ക് ആ പ്രവൃത്തിയിൽ നിന്നും ഉണ്ടായ ലഹരിയെ ലൈലയും ഭഗവത് സിംഗും ആസ്വദിച്ചിരിക്കണം. ഷാഫി സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് തിരിച്ച് വീട്ടിലെത്തി പതിവ് ജീവിതചക്രത്തിനുള്ളിലേക്ക് കയറി. അതിനിടയിൽ പത്മത്തിന്റെ സ്വർണം പണയം വെച്ച് 40,000 രൂപ സ്കോർപിയോ വിറ്റ് കിട്ടിയ കാശാണെന്ന് പറഞ്ഞ് നബീസയെ ഏൽപ്പിച്ചു. ഭഗവത് സിംഗും ലൈലയും സാധാരണ ജീവിതത്തിന്റെ മുഖമൂടി അണിഞ്ഞ് പൊതുസമൂഹത്തിലേക്കിറങ്ങി. പത്മം സ്ഥിരമായി കൊച്ചിയിൽ കഴിയുന്ന തന്റെ സഹോദരിയെ രാത്രി വിളിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്റെ 2 ആൺമക്കളെയും വിളിക്കാറുണ്ട്. 26-ന്, അതായത് കൃത്യം നടക്കുന്നതിന്റെ അന്നേ ദിവസം രാവിലെ പത്മം തന്റെ ചേച്ചിയെ വിളിച്ചിരുന്നു. അപ്പോൾ എടുക്കാൻ കഴിയാത്തതിനെ തുടർന്ന് അവർ രാത്രി തിരികെ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിറ്റേന്ന് വിളിച്ചിട്ടും കിട്ടുന്നില്ല. അങ്ങനെ 28-ന് തമിഴ്നാട്ടിൽ നിന്നും പത്മയുടെ മക്കൾ അവരോട് വിളിച്ചിട്ട് അമ്മയെ ഫോണിൽ കിട്ടുന്നില്ലെന്നും ഒന്നുപോയി അന്വേഷിക്കാനുമായി അവരോട് പറയുന്നു. പത്മം താമസിക്കുന്ന സ്ഥലത്തെത്തിയെങ്കിലും അവിടെ എത്തിയിട്ട് 2 ദിവസമായെന്ന് അടുത്തുള്ളവർ പറയുന്നു. ഈ വിവരമറിഞ്ഞ് മക്കൾ കൊച്ചിയിലേക്കെത്തി കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകി. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കാര്യമായ കണ്ടെത്തലൊന്നും ഇല്ലാതെ ഒരാഴ്ച പോയതിനെ തുടർന്ന് പത്മയുടെ മക്കൾ കൊച്ചിൻ പോലീസ് കമ്മീഷണർ ഓഫീസിൽ ഒരു പരാതി നൽകി. ഇതിനെ തുടർന്ന് തൊട്ടടുത്ത ദിവസങ്ങളിൽ പത്മയെ സ്ഥിരമായി കാണാറുള്ള സ്ഥലങ്ങളിലെ CCTV ഫൂട്ടേജ് പരിശോധിക്കുമ്പോഴാണ് സെപ്റ്റംബർ 26-ന് പത്മം റോഡിലൂടെ നടന്നു പോകുന്നതിന്റെ ഒരു വിഷ്വൽ കിട്ടുന്നത്. ഫോണിന്റെ ടവർ ലൊക്കേഷൻ ട്രേസ് ചെയ്തു പോയപ്പോൾ അവസാനമായി കാണുന്നത് തിരുവല്ലയിലാണ്. തിരുവല്ല വരെയുള്ള പല CCTV ഫൂട്ടേജ് ചെക്ക് ചെയ്തെങ്കിലും കാര്യമായ പുരോഗതിയുണ്ടായില്ല. അപ്പോഴേക്കും പത്മയെ കാണാതായിട്ട് 10 ദിവസം പിന്നിട്ടിരുന്നു. പിന്നീട് എറണാകുളത്തെ ചില CCTV ഫൂട്ടേജുകൾ പരിശോധിക്കുമ്പോഴാണ് വെളുത്ത സ്കോർപിയോ കാറിൽ പത്മം കയറിപ്പോകുന്ന വിഷ്വൽ കിട്ടുന്നത്. അതായിരുന്നു ഈ കേസിലെ ഏറെ വഴിത്തിരിവായ നിമിഷം. അവിടെ നിന്നങ്ങോട്ടുള്ള സകല CCTV വിഷ്വലുകളും പരിശോധിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ആ കാറിൽ പത്മം തിരുവല്ല എത്തിയതായി തെളിഞ്ഞു. ആ കാറിന്റെ ഉടമയെ തിരഞ്ഞു പോകുമ്പോഴാണ് ഗാന്ധി റോട്ടിൽ ഹോട്ടൽ നടത്തുന്ന ഷാഫിയിലേക്കെത്തുന്നത്. ഷാഫിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തെങ്കിലും ഷാഫി അവരെ കുറച്ചപ്പുറത്തേക്ക് ഇറക്കിയെന്നും തന്റെ സുഹൃത്തായിരുന്നു വണ്ടി ഓടിച്ചതെന്നുമൊക്കെ പറഞ്ഞൊഴിയാൻ ശ്രമിച്ചു. അങ്ങനെ CCTV ഫൂട്ടേജുകളിലൂടെ വീണ്ടുമുള്ള പരിശോധനയിലാണ് ഇലന്തൂരിലേക്ക് എത്തിപ്പെടുന്നത്. ഷാഫിയെ പലതരത്തിൽ ചോദ്യം ചെയ്തെങ്കിലും ക്രിമിനൽ റെക്കോർഡുകൾ പരിശോധിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ഏകദേശം 10ഓളം കേസുകൾ ഉണ്ടായിരുന്നതായി കണ്ടെത്തുന്നത്. അതിൽ ഒന്നായിരുന്നു കോലഞ്ചേരിയിലേത്. അറ്റംപ്റ്റ് ടു റേപ്പ് ഉൾപ്പെടെ പല കേസുകൾ ഉള്ള ഒരാളായതിനാലും ഷാഫി പറയുന്നതിലെ പൊരുത്തക്കേടിനെയും തുടർന്ന് ഷാഫിയെ പോലീസ് വിട്ടയച്ചില്ല. പത്മയുടെ ഫോണിന്റെ ടവർ ലൊക്കേഷൻ അവസാനമായി കാണിക്കുന്നത് ഇലന്തൂർ ഭാഗങ്ങളിലാണ്. ആ ഭാഗത്തെ CCTV ഫൂട്ടേജുകൾ പരിശോധിക്കുന്നതിനിടയിലാണ് ഭഗവത് സിംഗിന്റെ വീടിനോട് ചേർന്നിരിക്കുന്ന വീട്ടിൽ CCTV ക്യാമറ ഉള്ളതായി വിവരം കിട്ടുന്നത്. ഭഗവത് സിംഗിന്റെ അയൽവാസിയെ കിട്ടാനായിട്ട് ഭഗവത് സിംഗിനെയായിരുന്നു പോലീസ് വിളിച്ചിരുന്നത്. പോലീസ് രാത്രി തന്നെ ആ വീട്ടിൽ ചെന്ന് അവിടുത്തെ CCTV ഫൂട്ടേജുകൾ ചെക്ക് ചെയ്യുമ്പോഴാണ് വെളുത്ത സ്കോർപിയോ
ഭഗവത് സിംഗിന്റെ വീട്ടിലേക്ക് കയറിപ്പോകുന്നത് കാണുന്നത്. പോലീസ് അവിടെ നിന്ന് ഫൂട്ടേജ് കളക്ട് ചെയ്ത് പോയതിനു ശേഷം ഭഗവത് സിംഗ് ഈ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ തിരക്കി. കാറിനകത്തിരിക്കുന്ന ആളുകളെയൊക്കെ കാണാൻ സാധിക്കുമോ എന്നൊക്കെ അന്വേഷിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞ് കടവന്ത്ര പോലീസ് അവിടെ എത്തി ഭഗവത് സിംഗിനെയും ഭാര്യ ലൈലയെയും കൂട്ടിക്കൊണ്ടുപോയി ചോദ്യം ചെയ്യുമ്പോഴാണ് ക്രൂരതയുടെ ഓരോ കഥകളായി പുറത്തു വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഷാഫിയോട് കാര്യങ്ങൾ ചോദിച്ചെങ്കിലും അയാൾ വിദഗ്ധമായി ഒഴിഞ്ഞുമാറുകയായിരുന്നു. പക്ഷേ 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതോടെ കാര്യം തിരിഞ്ഞു. ഒടുവിൽ ഷാഫിക്ക് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ കേരളത്തെ ഒന്നാകെ നടുക്കിയ നരബലിയുടെ കഥകൾ പോലീസ് ആശ്ചര്യത്തോടെ കേട്ടു. അവരുടെ മൊഴികളെ പൂർണ്ണമായി വിശ്വസിക്കാതെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള തെളിവ് ശേഖരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിഗമനങ്ങളിൽ എത്തുകയുമാണ് ചെയ്തത്. അതുകൊണ്ടാണ് മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇലന്തൂരിലെ ഭഗവത് സിംഗിന്റെ വീടിന്റെ ചുറ്റുവട്ടം കുഴിച്ചു പരിശോധിക്കുന്നതിന് പകരം തെളിവുകൾക്ക് ശക്തി പകരാനായി പ്രതികൾ കാണിച്ചു തന്ന ഇടങ്ങൾ മാത്രം മാന്തിയതും മൃതദേഹങ്ങൾ പുറത്തെടുത്തതും. തുടർന്ന് പ്രതികളെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. ലൈല ഒരു കൂസലുമില്ലാതെ നടന്ന സംഭവങ്ങൾ ഓരോന്നോരോന്നായി പറഞ്ഞു. കേട്ടു നിൽക്കുന്ന ആർക്കും സഹിക്കാൻ കഴിയാവുന്നതിലും അപ്പുറത്തായിരുന്നു അത് എന്നാണ് തെളിവെടുപ്പിന് കൂടെ പോകേണ്ടി വന്ന ജനപ്രതിനിധി പറഞ്ഞത്. അനേകം സംശയങ്ങൾ ഇത് കാണുകയും കേൾക്കുകയും ചെയ്ത ജനമനസ്സുകളിൽ കുമിളയിടാൻ തുടങ്ങി. ഇവർ 2 പേരും മാത്രമാണോ, അതോ ഇനിയും ഇരകളുണ്ടോ? ഷാഫിയും ലൈലയും ഭഗവത് സിംഗുമല്ലാതെ ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? ഇങ്ങനെ അനേകം ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. 2 ശരീരത്തിന്റെ ഭാഗങ്ങളും പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. മനുഷ്യ ശരീര അവശിഷ്ടങ്ങൾ മാത്രമാണോ അതിൽ ഉള്ളത്? 2 സ്ത്രീകളുടെ മാത്രമാണോ, അതോ അതിലധികം പേരുടെ ശരീര അവശിഷ്ടങ്ങളുണ്ടോ? മരിച്ചവരുടെ ഐഡന്റിറ്റി ഉറപ്പാക്കുന്നതിനായുള്ള DNA ടെസ്റ്റ്, ഇതൊക്കെയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിലെ വെല്ലുവിളികൾ. കേസന്വേഷണം പല വഴികളിലൂടെ മുന്നേറുന്നുണ്ട്. എങ്കിലും കേരള മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ ഈ സംഭവം അനേകം കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആവർത്തിക്കുന്ന ഇത്തരം സംഭവങ്ങൾ കേരളം പോലൊരു പുരോഗമന സമൂഹത്തിനെ പലതരത്തിലുള്ള സംശയത്തിന്റെ നിഴലിലേക്കും തള്ളിവിടുന്നുണ്ട്. ചരിത്രാതീത കാലം മുതലേ പല സമൂഹങ്ങളിലും നരബലി നിലനിൽക്കുന്നതായി ചില ചരിത്രകാരന്മാരും പറയുന്നുണ്ട്. ദൈവപ്രീതിക്കായി ഭരണാധികാരികൾ പണ്ട് കാലങ്ങളിൽ ഇത് സാധാരണയായി നിർവഹിക്കാറുണ്ടായിരുന്നെന്നും പറയുന്നുണ്ട്. ചില പാഗൻ മതാചാരത്തിന്റെ ഭാഗമായും നരബലികൾ നടന്നിരുന്നതായും വാദമുണ്ട്. ആചാര കൊലപാതകമെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന നരബലി വ്യത്യസ്ത അവസരങ്ങളിൽ പല സംസ്കാരങ്ങളിലും നടന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും നരബലിക്ക് പിന്നിലെ വിവിധ യുക്തികൾ ആധുനിക കാലത്തെ എല്ലാ മതങ്ങളും ഒരുപോലെ എതിർക്കുന്നതാണ്. പുരാതന ജപ്പാനിൽ ഹിറ്റോബാഷിരായെ എന്നൊരു ആചാരമുണ്ടായിരുന്നു. ഹിറ്റോബാഷിരായെ എന്നാൽ മനുഷ്യസ്തംഭം എന്നാണ് അർത്ഥം. കെട്ടിടങ്ങളെ ദുരന്തങ്ങളിൽ നിന്നും ശത്രുക്കളുടെ ആക്രമത്തിൽ നിന്നും തടയാൻ കന്യകകളെ ജീവനോടെ കുഴിച്ചിടുന്ന ആചാരത്തെയാണ് ഹിറ്റോബാഷിരായെ എന്ന് വിളിച്ചിരുന്നത്. ആസ്ടെക് വാർഫെയർ എന്ന പുരാതന മെക്സിക്കോയിലെ പിരമിഡിന്റെ ചരിത്രം പറയുന്ന പുസ്തകത്തിൽ അതിന്റെ രചയിതാവായ റോസ് ഹാസിംഗ് പറയുന്നതനുസരിച്ച് 10,000-നും 8,000-നും ഇടയിൽ ആളുകളെ പിരമിഡ് നിർമ്മിക്കുന്നതിനായി ബലി നൽകിയിരുന്നു. മംഗോളുകളുടെയും സിദിയന്മാരുടെയും ആദ്യകാല ഈജിപ്തുകാരുടെയും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചില സങ്കല്പങ്ങളിൽ അവരുടെ രാജാവിന് വീട്ടുജോലിക്കാരും ഭാര്യമാരും ഉൾപ്പെടെയുള്ള മിക്കവരെയും അടുത്ത ലോകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്നു. അതിന്റെ ഭാഗമായി അവരുടെ രാജാവിന്റെ മരണത്തെ തുടർന്ന് പരിചാരകരെയും ഭാര്യമാരെയും ബലി നൽകിയിരുന്നു. ഇതിന്റെ മറ്റൊരു രൂപമായിരുന്നു ഇന്ത്യയിൽ നിലനിന്നിരുന്ന സതീ സമ്പ്രദായം. ഭർത്താവ് മരിച്ചാൽ ഭർത്താവിന്റെ ചിതയിൽ ഭാര്യ ചാടി ആത്മാഹൂതി ചെയ്യണമെന്നതായിരുന്നു സതി. ഇങ്ങനെ പല പുരാതന സംസ്കാരങ്ങളുടെയും ഭാഗമായി നരബലി നടന്നതായി കാണാൻ കഴിയും. സെമിറ്റിക് മതങ്ങളിൽ ചിലർ അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും കഥ പുരാതന സംസ്കാരങ്ങളിൽ നിലനിന്ന നരബലിക്ക് അവസാനമുണ്ടാക്കി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ആ കഥ പ്രകാരം അബ്രഹാമിന്റെ മകനെ ബലികഴിപ്പിക്കാൻ ദൈവത്തിൽ നിന്ന് വെളിപാടുണ്ടാവുകയും താൻ ഏറെ സ്നേഹിക്കുന്ന തന്റെ പുത്രനെ ബലികഴിപ്പിക്കാൻ ദൈവത്തോടുള്ള സമർപ്പണത്താൽ
സമ്മതിക്കുകയും ചെയ്തു. ബലി നടത്തുവാൻ ഒരുങ്ങുന്ന സന്ദർഭത്തിൽ ദൈവം തന്റെ സമർപ്പണ ബോധത്തെ പരീക്ഷിച്ചതാണെന്ന് വെളിപാട് നൽകുകയും തുടർന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഒരു ആടിനെ ബലി നൽകുകയും ചെയ്തു. കാലഘട്ടങ്ങൾ പലത് കഴിഞ്ഞു. വിശ്വാസ സംഹിതകളുടെയും പ്രത്യശാസ്ത്രങ്ങളുടെയും മുഖങ്ങൾക്ക് പരിണാമം സംഭവിച്ചു. ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിച്ചു. മനുഷ്യനിൽ യുക്തിയെപ്പറ്റിയുള്ള ചിന്ത, അതായത് കാര്യകാരണ ബോധം ശക്തമായി. അതോടെ അനാചാരങ്ങളും അന്ധമായ വിശ്വാസങ്ങളും ഇല്ലാതാവുകയും ചെയ്തു. ഇതെല്ലാം പല സാമൂഹിക ശാസ്ത്രജ്ഞരുടെയും വാദങ്ങളാണ്. പക്ഷേ പത്രമാധ്യമങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ ചില വാർത്തകൾ മനുഷ്യ സമൂഹം മുന്നോട്ടാണോ അതോ പിന്നോട്ടാണോ പോകുന്നതെന്ന സംശയമുളവാക്കും. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നടക്കുന്ന വിവേചനങ്ങളും കൊലകളും അന്ധവിശ്വാസത്തിനും ആഭിചാരങ്ങൾക്കും അടിമപ്പെട്ടവർ നടത്തുന്ന പീഡനങ്ങളും നരബലികളും മനുഷ്യ സമൂഹത്തിനെ ഉൾക്കാഴ്ചയില്ലാത്ത ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന പ്രവർത്തികൾ പണ്ടുകാലത്തെന്ന പോലെ ഇപ്പോഴും പല രൂപത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഏറെ നിരാശാജനകമായ അവസ്ഥയിലേക്കാണ് പൊതുസമൂഹത്തെ ഇത് തള്ളിവിടുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ കേരളമെന്ന നമ്മുടെ ഈ ചെറിയ സംസ്ഥാനത്ത് നടന്ന നരബലികളിലേക്കും നരബലി ശ്രമങ്ങളിലേക്കും ഒന്ന് എത്തി നോക്കുകയാണെങ്കിൽ പുറം ലോകമറിയാത്ത അനേകം സംഭവങ്ങളും ലൈലമാരും ഷാഫിമാരും ഭഗവത് സിംഗുമാരും നമുക്ക് ചുറ്റും ഉണ്ടെന്ന് കൂടിയാണ് മനസ്സിലാവുന്നത്. സ്വതന്ത്രാനന്തര കേരളത്തിലെ ആദ്യത്തെ നരബലി റിപ്പോർട്ട് ചെയ്യുന്നത് 1955-ലാണ്. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിൽ 15 വയസ്സായ ഒരു കുട്ടിയെ കഴുത്തിൽ കുരുക്കിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു. കുടുംബത്തിൽ നിലനിൽക്കുന്ന ശാപമോക്ഷത്തിനായിരുന്നു ഇത്. മൃതദേഹം മറവു ചെയ്യാൻ പായയിൽ പൊതിഞ്ഞുകൊണ്ട് പോകുന്നതിനിടയിലായിരുന്നു പോലീസ് പിടികൂടിയത്. മന്ത്രവാദിയടക്കമുള്ളവരെ നാടുകടത്താനായിരുന്നു അന്ന് കോടതി വിധിച്ചത്. കടുത്ത ആനപ്രേമിയായ അപ്പസ്വാമി എന്ന കൃഷ്ണൻ ഗുരുവായൂരമ്പലത്തിലെ ആനയായ രാധയ്ക്ക് മാറാവ്യാധി പിടിപെട്ടതിനെ തുടർന്ന് ആനയ്ക്ക് സുഖം പ്രാപിക്കാനായി മനുഷ്യക്കുരുതി കഴിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അപ്പസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ കിടന്നുറങ്ങിയിരുന്ന കാശി എന്ന സുഹൃത്തിനെ വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടി തുണ്ടം തുണ്ടമാക്കുകയും ചെയ്തു. 1 വർഷം നീണ്ട വിചാരണയ്ക്ക് ശേഷം 1957 അപ്പസ്വാമിയെ കോടതി ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചു. വിചാരണവേളയിൽ അപ്പസ്വാമി എതിർവാദങ്ങളൊന്നും നിരത്താതെ കുറ്റം സമ്മതിക്കുകയായിരുന്നു. ആന വലിയൊരു ജീവിയാണെന്നും മനുഷ്യൻ ചെറിയൊരു ജീവിയാണെന്നും അതുകൊണ്ട് ആനയുടെ നിലനിൽപ്പിനായി മനുഷ്യൻ മരിക്കുന്നതിൽ തെറ്റില്ല എന്നുമുള്ള വിചിത്രവാദമായിരുന്നു അപ്പസ്വാമിക്കുണ്ടായിരുന്നത്. കൊല്ലത്ത് മുളവന എന്ന ഗ്രാമത്തിൽ 1973 ദേവദാസ് എന്ന 6 വയസ്സുകാരനെ ദുർഗപ്രീതിക്കായി കൊല ചെയ്തതും അതിലെ പ്രതിയായ അഴകേശനെ തൂക്കിലേറ്റിയതുമായ ചരിത്രം നമ്മളിൽ ചിലർക്ക് അറിയാവുന്നതാണ്. വീട്ടുമുറ്റത്ത് സഹോദരനുമൊത്ത് കളിച്ചുകൊണ്ടുനിന്ന ദേവദാസിന്റെ സഹോദരനെ ബീഡി വാങ്ങാനായി പറഞ്ഞയച്ചിട്ട് ആ നേരത്ത് ദേവദാസിനെ എടുത്ത് ക്ഷേത്രത്തിനകത്ത് കയറി വാതിലടച്ചു. നേരത്തെ തയ്യാറാക്കി വെച്ച കോടാലി കൊണ്ട് കുട്ടിയുടെ കഴുത്ത് മുറിച്ചു. ചോര വിഗ്രഹത്തിലും ചുമരിലും തളിച്ച് ശരീരം കുട്ടയിലാക്കി ചാണകവും ഇലകളും ഇട്ട് ക്ഷേത്രത്തിനടുത്ത് കുഴിയെടുത്ത് മൂടി വാഴയും നട്ടു. കാണാതായ കുട്ടിയെ അന്വേഷിച്ചു വന്ന പോലീസ് ക്ഷേത്രത്തിൽ തളം കെട്ടിക്കിടക്കുന്ന ചോര കണ്ടാണ് അഴകേശനിലേക്ക് അന്വേഷണം പോയത്. താൻ തന്നെയാണ് കൃത്യം ചെയ്തതെന്നും അതുവഴി തനിക്കും ദേവദാസിനും മോക്ഷം കിട്ടിയെന്നും അയാൾ പറഞ്ഞു. ഇതിനു മുൻപ് ഒരു കൊലക്കേസിലും ഇയാൾ പ്രതിയായിരുന്നു. ആ കേസിൽ മതിയായ തെളിവില്ലാത്തതിനെ തുടർന്ന് കോടതി വെറുതെ വിടുകയായിരുന്നു. 1 വർഷം വിചാരണ തടവുകാരനായി ജയിലിൽ കഴിഞ്ഞ അഴകേശൻ ഏപ്രിൽ 6 ജയിൽ മോചിതനായത്. ദേവദാസിനെ കൊല്ലുന്നത് അതേ മാസം 26 ദേവദാസ് കൊലപാതക കുറ്റത്തിന് അഴകേശനെ തൂക്കിലേറ്റുകയും ചെയ്തു. 25 വർഷങ്ങൾക്ക് മുന്നേ ഇലന്തൂരിൽ മറ്റൊരു നരബലി നടന്നിരുന്നു. ശശിരാജ പണിക്കർ എന്ന ഹോമിയോ ഡോക്ടറും അയാളുടെ 2ാമത്തെയും 3ാമത്തെയും ഭാര്യമാരും ചേർന്ന് ശശിരാജന്റെ ആദ്യ ഭാര്യയിലെ മകൾ അശ്വനിയെ വളരെ മൃഗീയമായി കൊലപ്പെടുത്തിയതായിരുന്നു ആ സംഭവം. ശശിരാജിന്റെ ഒളിഞ്ഞുകിടക്കുന്ന പിതൃസ്വത്തുക്കൾ കണ്ടെടുക്കുന്നതിനു വേണ്ടിയായിരുന്നു ഇത്. കേസിലെ 1ാം പ്രതിയായ ശശിരാജ പണിക്കരുടെ 3ാം ഭാര്യയായ സീനയ്ക്കുണ്ടായ വെളിപാട് പ്രകാരം അശ്വനിയിൽ ഒളിഞ്ഞുകിടക്കുന്ന ഭൂതങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ്
പിതൃസ്വത്തുക്കളൊന്നും കണ്ടെടുക്കാൻ കഴിയാത്തതെന്നും അതിനായി അശ്വനിയുടെ ശരീരത്തിലെ ബാധയെ ഒഴിപ്പിക്കണമെന്നും അവർ തീരുമാനിച്ചു. വളരെ ക്രൂരമായി ദിവസങ്ങളോളം ആ കുഞ്ഞിന്റെ ശരീരഭാഗങ്ങളിൽ പൊള്ളലേൽപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പപ്പടക്കമ്പി ഉപയോഗിച്ച് കുട്ടിയുടെ കാൽപാദങ്ങളിൽ വളരെ ആഴത്തിൽ മുറിവുകൾ ഉണ്ടാക്കിയും ഹീറ്ററിൽ നഗ്നമാക്കി ഇരുത്തിയും സ്വകാര്യ ഭാഗങ്ങളിൽ ഇസ്തിരി ഉപയോഗിച്ച് പൊള്ളലേൽപ്പിച്ചുമൊക്കെയായിരുന്നു ആ നരഹത്യ അവർ നടപ്പിലാക്കിയത്. നരബലി നടക്കുന്നുണ്ടെന്ന വിവരം കിട്ടിയതിനെ തുടർന്ന് പോലീസ് അവിടെ എത്തിയപ്പോഴേക്കും കുട്ടി മരണപ്പെട്ടിരുന്നു. അഭ്യസ്തവിദ്യനായ ശശിരാജും അയാളുടെ സുഹൃത്തുക്കളും ചേർന്ന് നടത്തിയ സമാനതകളില്ലാത്ത ആ ക്രൂരതയ്ക്ക് 3 പേർക്കും ജീവപര്യന്തം ശിക്ഷ കോടതി വിധിച്ചിരുന്നു. പണത്തോടുള്ള ആർത്തിയും വഴിവിട്ട ബന്ധങ്ങളുമായിരുന്നു സംഭവത്തിന് കാരണമെന്ന് അന്ന് ആ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടു. 1981 ഇടുക്കി കുളമാവിൽ തച്ചിലേത്ത് വർഗീസിന്റെ 3ാമത്തെ മകൾ സോഫിയയെ നിധി കിട്ടാൻ വേണ്ടി നരബലിക്ക് ഇരയാക്കി. ഭർത്താവ് ചുരുളിപ്പറമ്പിൽ മോഹനനും മോഹനന്റെ അച്ഛൻ കറുപ്പനും അയാളുടെ തന്നെ സഹോദരങ്ങളായ ഉണ്ണിയും ബാബുവും മന്ത്രവാദി കാലാടി മാണിക്യമംഗലം ഭാസ്കരൻ എന്നിവരും ചേർന്നാണ് ആ കൃത്യം നടത്തിയത്. 17കാരിയായ സോഫിയ ഈറ വെട്ടാൻ പോകുമ്പോഴാണ് മോഹനനെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ സോഫി മോഹനുമായി പ്രണയത്തിലായി. ആദ്യ ഭാര്യ ഉപേക്ഷിച്ചു പോയ മോഹനൻ 2ാമത് സോഫിയെ വിവാഹം കഴിച്ചു. ഈറ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന കുടുംബമായിരുന്നു മോഹനൻ്റേത്. അങ്ങനെ പോകവെയാണ് കോടികളുടെ നിധി കണ്ടെത്താമെന്ന് പറഞ്ഞ് മന്ത്രവാദിയായ ഭാസ്കരനെ മോഹനൻ കണ്ടെത്തുന്നത്. ഈ വിവരം സഹോദരങ്ങളോടും അച്ഛനോടും മോഹനൻ പങ്കുവച്ചു. തുടർന്നൊരു ദിവസം നരബലി വേണമെന്ന് ഭാസ്കരൻ പറഞ്ഞു. വരാനിരിക്കുന്ന കോടികൾക്ക് മുന്നിൽ ഒരു മനുഷ്യന് വലിയ വില ഇല്ലാതെ തോന്നിയതിനാലാവാം സ്വന്തം ഭാര്യയെ ബലി നൽകാൻ മോഹനൻ തയ്യാറായത്. അങ്ങനെ അർദ്ധനഗ്നയാക്കി മലർത്തിക്കിടത്തി ബെഞ്ചിൽ വരിഞ്ഞുകെട്ടി പൂജ നടത്തിയതിന് ശേഷം മോഹനന്റെ സഹോദരൻ ഉണ്ണി സോഫിയയുടെ വയറ്റിൽ ശൂലം കുത്തിയിറക്കുകയായിരുന്നു. തുടർന്ന് ശരീരം അടുക്കളയിൽ കുഴിച്ചിട്ടു. സോഫിയയെ കാണാനില്ലാത്തതിനെ തുടർന്ന് സോഫിയയുടെ വീട്ടുകാർ കൊടുത്ത പരാതി അന്വേഷിച്ചപ്പോഴാണ് മോഹനനെയും അച്ഛൻ കറുപ്പനെയും സഹോദരന്മാരായ ഉണ്ണിയെയും ബാബുവിനെയും പിടികൂടുന്നത്. ജീവപര്യന്തം ശിക്ഷ വിധിച്ചെങ്കിലും ഉണ്ണി ജയിലിൽ വെച്ച് മരണമടഞ്ഞു. നെടുങ്കണ്ടത്ത് 1983 സഹോദരിയുടെ പ്രേതബാധ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് 15 വയസ്സുകാരനായ ഷിബുവിനെ നരബലിക്ക് ഇരയാക്കിയ സംഭവം ഇടുക്കിയെ വീണ്ടും മരവിപ്പിലാഴ്ത്തിയിരുന്നു. സഹോദരി നബീസ കടിഞ്ഞൂൽ പ്രസവത്തിന് ശേഷം തനിക്കും തന്റെ നവജാത ശിശുവിനും നബീസയുടെ മരിച്ചുപോയ അമ്മായിയമ്മയുടെ പ്രേതബാധ കൂടിയിരിക്കുകയാണെന്നും പറഞ്ഞ് അരിവാളും പിടിച്ച് ഒറ്റയിരിപ്പായിരുന്നു. ആരെയും അടുപ്പിക്കുന്നില്ല. ഈ വിവരം അറിഞ്ഞ് അയൽവാസി പാർവതിയാണ് പ്രേതബാധകൾ ഒഴിപ്പിക്കുന്ന പുറ്റാടി ദേവി എന്നറിയപ്പെടുന്ന ദാക്ഷായണിയെ ചെന്ന് കാണുവാനായി നിർദ്ദേശിച്ചത്. പാർവതിയും ബന്ധുക്കളും ഉടനെ തന്നെ പൂറ്റാടി ദേവിയുടെ അടുക്കൽ ചെന്നു. അവർ ചില മന്ത്രവിധികളൊക്കെ പറഞ്ഞു കൊടുക്കുകയും അരിവാൾ കൊണ്ട് തന്നെ ഒഴിപ്പിക്കൽ നടത്തണമെന്ന് പ്രത്യേകം നിർദ്ദേശിക്കുകയും ചെയ്തു. ഈ വിവരം നബീസ അറിഞ്ഞിരുന്നു. പ്രസവം കഴിഞ്ഞ് 9ാം നാൾ രാത്രിയിൽ നബീസയ്ക്ക് പ്രേതബാധ സഹോദരൻ ഷിബുവിൽ കൂടിയതായി തോന്നി. തുടർന്ന് വീട്ടുകാരുടെ സഹായത്തോടെ ഷിബുവിനെ ബലമായി കിടത്തി അരിവാൾ കൊണ്ട് കണ്ണ് ചൂർന്നെടുത്ത് മൂക്കും അരിഞ്ഞ് ആസനത്തിൽ ആപ്പുമടിച്ച് വീടിന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. വീട്ടിലുള്ളവരും അയൽക്കാരിയായ പാർവതിയും ഇതിനു വേണ്ടിയ സഹായങ്ങൾ നബീസയ്ക്ക് ചെയ്തു കൊടുത്തു. പുറത്തു കിടക്കുന്ന ഷിബു ബാധ പോയതിനു ശേഷം ഉയർത്തെഴുന്നേറ്റ് വരുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. ഒടുവിൽ ഒച്ച കേട്ട് ഓടിവന്ന അയൽക്കാരൻ ജോണി കാണുന്നത് ചോരവാർന്ന് മരിച്ചു കിടക്കുന്ന ഷിബുവിനെയാണ്. തുടർന്ന് മന്ത്രവാദി ദാക്ഷായണിയെയും ഷിബുവിന്റെ പിതാവായ ഹസൻ ഗാനിയെയും നബീസയെയും പാർവതിയെയും അറസ്റ്റ് ചെയ്തു. കോടതി ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചു. മാനസിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും ചെറിയ കുട്ടിയുള്ളതിനാലും നബീസയുടെ ശിക്ഷ ഇളവ് ചെയ്തു കൊടുത്തു. 1996 ഡിസംബറിൽ കായംകുളത്ത് നടന്നത് അതീവ വിചിത്രമായ ഒരു നരബലിയായിരുന്നു. വിവാഹത്തിന് ശേഷം ഏറെ കൊല്ലമായി മക്കൾ ഇല്ലാത്തതിനെ തുടർന്ന് തുളസി വിക്രമൻ ദമ്പതികൾ കാണാത്ത സിദ്ധന്മാരും മന്ത്രവാദികളുമില്ലായിരുന്നു. ഒരു ഫലവും ഉണ്ടായില്ല.
അങ്ങനെ അറ്റകൈ പ്രയോഗം എന്ന രീതിയിൽ ഒരു മന്ത്രവാദി ഒരു കുഞ്ഞിനെ നരബലി നൽകണമെന്ന് പറഞ്ഞു. ഒരു ജീവന് വേണ്ടി മറ്റൊരു ജീവനെ ബലി നൽകിയാൽ ചിലപ്പോൾ ദൈവങ്ങൾ കനിയുമെന്നായിരുന്നു മന്ത്രവാദിയുടെ വാദം. അങ്ങനെ സ്വന്തമായ ഒരു കുഞ്ഞുണ്ടാവുന്നതിനു വേണ്ടി മറ്റൊരു കുഞ്ഞിനെ ബലി നൽകാൻ തീരുമാനിക്കുന്നു. സ്കൂൾ വിട്ടുവരുന്ന കുട്ടികൾക്കിടയിൽ നിന്നും 6 വയസ്സുകാരി അജിതയെ അവർ പലതും പറഞ്ഞ് മയക്കി വീട്ടിൽ കൊണ്ടുവന്ന് മന്ത്രക്രിയകൾക്ക് വിധേയമാക്കി. ശരീരത്തിൽ മുറിവുകളുണ്ടാക്കി ചോര ഊറ്റിയെടുത്ത് ഒടുവിൽ മരണപ്പെട്ട കുട്ടിയുടെ മൃതദേഹം ഒരു കുളത്തിൽ ഉപേക്ഷിച്ചു. 2004 പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങിയിരുന്ന കുട്ടിയെ ഭാരതപ്പുഴയോട് ചേർന്നുള്ള കുളത്തിൽ കൈകാലുകൾ ഛേദിക്കപ്പെട്ട നിലയിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടെത്തി. ഇതിന്റെ അടുത്തായി മഞ്ഞപ്പൊടി കൊണ്ട് കളം വരച്ച് മന്ത്രവാദം നടത്തിയിരിക്കുന്നതായും കണ്ടെത്തി. അവിടെ തന്നെ ചോരപ്പാടുകളും ഉണ്ടായിരുന്നു. എന്നാൽ പ്രതികളെ കണ്ടെത്താനായില്ല. ഒരു നാടോടി സംഘത്തിൽപ്പെട്ട കുഞ്ഞായിരുന്നു മരിച്ചത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായൊരു അന്വേഷണം ഉണ്ടായില്ല എന്നൊരു ആക്ഷേപവും ഉണ്ടായിരുന്നു. 2007 ഇടുക്കിയിൽ തന്നെ രാമക്കൽമേട്ടിൽ ഒരു വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പാമ്പ് ശല്യം ഉണ്ടാവുന്നതിനെ തുടർന്ന് തമിഴ്നാട്ടിൽ നിന്നും 2 സിദ്ധന്മാരെ കൊണ്ടുവന്നു. വീടും പരിസരവും നിരീക്ഷിച്ച് കുറച്ചുനാൾ പൂജയൊക്കെ നടത്തിയതിനു ശേഷം വീടിരിക്കുന്ന സ്ഥലത്ത് നിധിയുണ്ടെന്നും നരബലി നടത്തിയാൽ നിധി തെളിഞ്ഞു വരുമെന്നും സിദ്ധന്മാർ വീട്ടുകാരെ ഉപദേശിച്ചു. തുടർന്ന് സ്വന്തം മകളെ തന്നെ ബലി കഴിപ്പിക്കാൻ തീരുമാനിച്ചു. അടുത്ത വീട്ടിലുള്ളവർ പശുവിന് പാല് കുറഞ്ഞതുമായി ബന്ധപ്പെട്ട് സിദ്ധന്മാരെ വന്നു കണ്ടു. അവരോടും നരബലിയിലൂടെ ജീവിതത്തിൽ പുരോഗതിയും സൗഖ്യവും ഉണ്ടാവുമെന്ന് ഉപദേശിച്ചു. അങ്ങനെ ബലിക്ക് വേണ്ട ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിൽ വിവരം എങ്ങനെയോ ചോരുകയും പോലീസിന്റെ ചെവിയിൽ എത്തുകയും ചെയ്തു. തുടർന്ന് എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 2012 തിരുവനന്തപുരം ജില്ലയിലെ പൂവാറിൽ വീട്ടിൽ നടക്കുന്ന മന്ത്രവാദ ആഭിചാര ക്രിയകൾ കാരണം ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തിരുന്നു. ഇത് ചോദിക്കാനെത്തിയ ആത്മഹത്യ ചെയ്ത സ്ത്രീയുടെ ബന്ധുക്കളായ ക്രിസ്തുദാസിനെയും ആന്റണിയെയും മന്ത്രവാദം നടത്തിയിരുന്ന മേരിയും സംഘവും ചേർന്ന് കൊലപ്പെടുത്തി. 2014 കരുനാഗപ്പള്ളിയിൽ മന്ത്രവാദ കർമ്മങ്ങൾക്കിടയിൽ മന്ത്രവാദിയുടെ ചവിട്ടേറ്റ് ഒരു സ്ത്രീ മരണപ്പെട്ടിരുന്നു. തുടർന്ന് മന്ത്രവാദി സിറാജുദ്ദീൻ അറസ്റ്റിലായിരുന്നു. അതേ വർഷം തന്നെ പൊന്നാനിയിൽ ഗർഭിണിയായ ഫർസാനയ്ക്ക് ബാധ കൂടിയെന്ന് പറഞ്ഞ് വീട്ടുകാർ മന്ത്രവാദിയെ വിളിച്ച് കർമ്മങ്ങൾ നടത്തുകയും മന്ത്രവാദ ക്രിയകൾക്കിടയിൽ ഗർഭിണിയായ ഫർസാന മരണപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് ബന്ധുക്കളെയും മന്ത്രവാദിയെയും അറസ്റ്റ് ചെയ്തിരുന്നു. തൊടുപുഴ കമ്പകക്കാനത്തെ കൃഷ്ണൻ വളരെ പ്രശസ്തനായ ഒരു മന്ത്രവാദിയായിരുന്നു. 300 മൂർത്തികളുടെ ശക്തിയാണ് കൃഷ്ണൻ എന്നാണ് പറയാറ്. വളരെ കാലങ്ങളായി കൃഷ്ണന്റെ ശിഷ്യനായി കൂടെ കൂടിയ അനീഷ് പതിയെ സ്വതന്ത്രമായി മന്ത്രവാദ പരിപാടികൾ തുടങ്ങുകയും ചെയ്തു. തുടർന്ന് തന്റെ മന്ത്രവാദ ക്രിയകൾക്ക് ഫലമുണ്ടാവുന്നില്ലെന്ന് മനസ്സിലാക്കിയ അനീഷ് കൃഷ്ണന്റെ കയ്യിലുള്ള ശക്തികൾ തനിക്ക് കിട്ടിയാൽ ഭാവിയിൽ അതിൻ്റെതായ ഐശ്വര്യം തനിക്കുണ്ടാവുമെന്ന കണക്കുകൂട്ടലിലേക്ക് എത്തി. തുടർന്ന് സുഹൃത്തായ ലിബീഷിനോട് ഇക്കാര്യം പറഞ്ഞെങ്കിലും അയാൾ അനീഷിന്റെ പദ്ധതിയിൽ കൂടാൻ വിസമ്മതിച്ചു. കൃഷ്ണന്റെ വീട്ടിൽ സ്വർണവും പണവുമുണ്ടെന്നും അത് കവർന്ന് പകുതി ലിബീഷിന് നൽകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ലിബീഷിനെ കൂടെ കൂട്ടി. പണവും സ്വർണവും കൃഷ്ണന്റെ കയ്യിലെ ചില താളിയോലകളും സ്വന്തമാക്കാം എന്നുള്ള കണക്കുകൂട്ടലായിരുന്നു അനീഷിന്റെ മനസ്സിൽ. അങ്ങനെ ഏറെ നാളത്തെ പദ്ധതിക്ക് ശേഷം 2018 ജൂലൈ 29 രാത്രി വീടിന്റെ പുറകിൽ ഒളിഞ്ഞിരുന്ന അനീഷും ലിബീഷും ആടിനെ അടിച്ച് കരയിച്ചതിനെ തുടർന്ന് കൃഷ്ണൻ പുറത്തേക്കിറങ്ങി വന്നതും പിന്നിൽ നിന്നും ബൈക്കിന്റെ ഷേക്കോപ്സർ കൊണ്ട് തലയ്ക്ക് ആഞ്ഞടിച്ചു. തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന കൃഷ്ണന്റെ 2 മക്കളെയും ഭാര്യയെയും തലയ്ക്കടിച്ച് കൊന്നതിന് ശേഷം ലൈംഗികമായി പീഡിപ്പിക്കുകയും മൃതശരീരം വളരെ ക്രൂരമായി ചാണകക്കുഴിയിൽ കുഴിച്ചു മൂടുകയും ചെയ്തു. കൃഷ്ണനിൽ നിന്നുള്ള മന്ത്രവാദ ശക്തികൾ പകർന്നു കിട്ടാനായിരുന്നു 4 പേരുടെയും ജീവൻ ബലികഴിച്ചത്. ആ വീട്ടിൽ നിന്നും 30 പവൻ സ്വർണവും കാശും പിന്നെ കൃഷ്ണന്റെ ചില താളിയോലകളും എടുത്തു. പോലീസ് പിടികൂടിയെങ്കിലും ചാർജ് ഷീറ്റിലെ പാളിച്ചകൾ കാരണം തെളിവുകളുടെ അഭാവത്താൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുകയായിരുന്നു. 1 വർഷത്തിന് ശേഷം അനീഷിനെ സ്വന്തം വീട്ടിൽ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. 2019 കരുനാഗപ്പള്ളിയിൽ അതീവ ക്രൂരമായി
പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ തുഷാരയുടെ മരണത്തിന് പിന്നിലെ കഥകൾ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതായിരുന്നു. ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും നടത്തുന്ന കുടുംബമായിരുന്നു ചന്തുലാലിൻ്റേത്. ആദ്യം താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും താമസം മാറേണ്ടി വന്നതിന്റെ കാരണവും മന്ത്രവാദം തന്നെയായിരുന്നു. നാട്ടുകാർക്ക് ഇവരുടെ ആഭിചാര കർമ്മങ്ങളിൽ സംശയം തോന്നുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതിനെ തുടർന്നാണ് അവിടെ നിന്ന് സ്ഥലം മാറേണ്ടി വന്നത്. തുഷാരയെ കല്യാണം കഴിക്കുന്ന സമയത്ത് പറഞ്ഞ സ്ത്രീധനം നൽകാത്തതിനെ തുടർന്ന് കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകൾ മുതലേ പീഡനങ്ങൾ തുടങ്ങിയിരുന്നു. ഒടുവിൽ തുഷാരയുടെ ദേഹത്ത് ബാധയുണ്ടെന്ന് പറഞ്ഞ് അവളെ ചന്തുലാലും അമ്മയും ചേർന്ന് പട്ടിണിക്കിടുകയും തല്ലുകയുമൊക്കെ ചെയ്തിരുന്നു. തുഷാര രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ച സമയത്ത് കുഞ്ഞിനെ ചന്തുലാലും അമ്മയും തുഷാരയുടെ വീട്ടുകാർക്ക് കാണിച്ചു കൊടുത്തിരുന്നില്ല എന്ന് അവർ പോലീസിന് പരാതി നൽകിയെങ്കിലും തുഷാരയ്ക്ക് ഒരു വിധത്തിലുള്ള പരാതിയില്ലെന്നും തനിക്ക് ഭർത്താവിന്റെ വീട്ടിൽ സുഖമാണെന്നും ഇനി ആരും അന്വേഷിച്ച് വരേണ്ടതില്ലെന്നും തുഷാര തന്നെ പറഞ്ഞിരുന്നു. തനിക്ക് നേരിടുന്ന പീഡനങ്ങൾ പുറത്തു പറഞ്ഞാൽ തന്റെ കുടുംബത്തെ തകർത്തുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇതിനെ തുടർന്നാണ് തുഷാര അങ്ങനെ പറഞ്ഞത്. ചന്തുലാലിന്റെ അമ്മ ബാധ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായി പഞ്ചസാര കലക്കിയ വെള്ളവും അരി കുതിർത്തതും മാത്രമേ തുഷാരയ്ക്ക് നൽകിയിരുന്നുള്ളൂ. അങ്ങനെ ഒരിക്കൽ ആരും കാണാതെ തുഷാര അടുത്തുള്ള വീട്ടിൽ നിന്നും അല്പം ചോറ് വാങ്ങി കഴിക്കവേ ചന്തുലാൽ അവിടേക്ക് വരികയും തുഷാര കഴിച്ചുകൊണ്ടിരുന്ന പാത്രം ചവിട്ടിത്തെറിപ്പിക്കുകയും വലിച്ചിഴച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. തുഷാരയ്ക്ക് ഭക്ഷണം കൊടുത്ത വീട്ടുകാർ സംഭവത്തിൽ ഇടപെട്ടപ്പോൾ നിങ്ങളുടെ കുടുംബത്തിനെ കൂടോത്രം നടത്തി നശിപ്പിച്ചു കളയുമെന്നായിരുന്നു ചന്തുവിന്റെ മറുപടി. അതിൽ ഭയന്നാണ് ആരും ഒന്നും ചോദിക്കാൻ പോകാത്തതെന്ന് അയൽക്കാർ പറഞ്ഞിരുന്നു. തുഷാരയുടെ ആരോഗ്യനില തീർത്തും മോശമായതിനെ തുടർന്ന് കുടുംബക്കാരും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവർ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഡോക്ടർമാർക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി ബോഡി എത്തിച്ചു. പോസ്റ്റ്മോർട്ടത്തിൽ ഭക്ഷണം ഉള്ളിൽ ചെല്ലാത്തതിനെ തുടർന്ന് ന്യൂമോണിയ ബാധിച്ചായിരുന്നു മരണമെന്ന് തെളിഞ്ഞു. മരിക്കുമ്പോൾ തുഷാര അസ്ഥികൂട സമാനമായൊരവസ്ഥയിലായിരുന്നു. തുടർന്ന് ചന്തുലാലിനെയും അയാളുടെ അമ്മയെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ബാധ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പട്ടിണിക്കിട്ടതാണെന്ന് തെളിയുന്നത്. ഇലന്തൂരിന് മുൻപ് കേരളത്തെ ഞെട്ടിച്ച മറ്റൊരു നരബലി 2021 പാലക്കാട് നടന്ന സംഭവമാണ്. പൂർണ്ണ ഗർഭിണിയായ ഷാഹിദ തന്റെ 3 ആൺമക്കളിൽ ഇളയ മകനെ ദൈവം സ്വപ്നത്തിൽ വന്ന് ബലി നൽകാൻ കൽപ്പിച്ചെന്ന് പറഞ്ഞ് വെളുപ്പിന് 4 മണിക്ക് ഉറങ്ങിക്കിടന്ന ആമിറിനെ കാലുകൾ കൂട്ടിക്കെട്ടി ബാത്റൂമിൽ കൊണ്ടുപോയി കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു. തുടർന്ന് ഷാഹിദ തന്നെ പോലീസിനെ വിളിച്ചു വരുത്തി താൻ മകനെ കഴുത്തറുത്തു കൊന്നുവെന്ന് ഒരു കൂസലുമില്ലാതെ പറഞ്ഞു. പോലീസുകാരാണ് ഉറങ്ങിക്കിടന്ന ഭർത്താവിനെ തൊട്ടടുത്ത മുറിയിൽ നിന്നും വിളിച്ചുണർത്തി കാര്യം പറഞ്ഞത്. കേരള മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ച സംഭവമായിരുന്നു ഇത്. ഷാഹിദയ്ക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പോലീസിന്റെ പരിശോധനയിൽ പറയുന്നു. ഒരു തരത്തിലുള്ള കുറ്റബോധവും താൻ ചെയ്ത കാര്യത്തിൽ ഇല്ലെന്ന് ഷാഹിദ പറയുന്നു. പോലീസിനെയും ജനങ്ങളെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്ന കാര്യവും ഇതാണ്. കേരളത്തിന്റെ മുൻകാലങ്ങളിൽ നടന്ന നരബലികളിൽ അറിയപ്പെട്ട സംഭവങ്ങളാണ് മുന്നേ പറഞ്ഞതെല്ലാം. ഇനി അറിയപ്പെടാതെ പോയ അനേകം സംഭവങ്ങൾ വേറെയുമുണ്ടാകും. എല്ലാ സംഭവങ്ങളിലൂടെയും കണ്ണോടിക്കുകയാണെങ്കിൽ വളരെ സ്വാർത്ഥമായ സങ്കുചിതമായ താൽപ്പര്യങ്ങളെ നിറവേറ്റുന്നതിനായാണ് ഉൾക്കാഴ്ചയില്ലാത്ത തീർത്തും അന്ധമായ വിശ്വാസത്തിന്റെ പിന്നാലെ പോകുന്നത് എന്നതാണ് കാണാൻ കഴിയുന്നത്. ഒന്നുകിൽ മന്ത്രവാദ പ്രവർത്തനങ്ങളുടെ കാരണത്താൽ മരണപ്പെടുകയോ നരബലി എന്ന ഉദ്ദേശത്തോടെ കൊല്ലുകയോ ആണ് ചെയ്യുന്നത്. കുടുംബത്തിന്റെ ശാപം മാറാനും നിധി കണ്ടെത്താനും കൂടുതലും പേർക്കും മന്ത്രവാദികളാണ് നരബലി എന്ന ആശയം പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ മന്ത്രവാദികളുടെ നിർദ്ദേശപ്രകാരമാവും കൂടുതൽ പേരും ഇത്തരം ഒരു ക്രൂരകൃത്യത്തിലേക്ക് എത്തിപ്പെടുന്നത്. ഈ മന്ത്രവാദികളിൽ പാതിമുക്കാലും താന്ത്രികതയെപ്പറ്റിയോ അത്തരത്തിലുള്ള വിശ്വാസങ്ങളെപ്പറ്റിയോ ഒന്നും അറിയാത്തവരും തട്ടിപ്പുകാരുമായിരിക്കും. അവർ തങ്ങൾക്ക് മുന്നിൽ വരുന്ന ദുർബല മാനസികാവസ്ഥ ഉള്ള ആളുകളെ പണത്തിനും തങ്ങളുടെ സ്വഭാവ വൈകൃതങ്ങളെ ശമിപ്പിക്കുന്നതിനായി ഉപയോഗപ്പെടുത്തുന്നു. സമൂഹത്തിൽ കൂട്ടമായി ഇത്തരം ചിന്തകൾ, അതായത് തങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നീക്കം ചെയ്യാൻ അല്ലെങ്കിൽ പണവും ഐശ്വര്യവും ഉണ്ടാവാൻ മന്ത്രവാദത്തിലൂടെയും
ആഭിചാരത്തിലൂടെയും കഴിയുമെന്ന അന്ധവിശ്വാസം ഉണ്ടാവുന്നതിനെ മനഃശാസ്ത്രപരമായും സാമൂഹിക ശാസ്ത്രപരമായും പഠനവിധേയമാക്കണമെന്ന് ചില സാമൂഹിക ചിന്തകർ അഭിപ്രായപ്പെടുന്നുണ്ട്. ദുർമന്ത്രവാദങ്ങൾക്കും ആഭിചാരങ്ങൾക്കും എതിരെയുള്ള നിയമം വഴിയും ഇത്തരം പഠനങ്ങൾ വഴിയും ഇതിനൊരു പ്രതിവിധി കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. എങ്ങനെയായാലും സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം ക്രൂരകൃത്യങ്ങളെ തടയേണ്ടതുണ്ട്. അതിന് ആളുകളുടെ മാനസികാവസ്ഥയിലും വിശ്വാസങ്ങളിലുമാണ് മാറ്റങ്ങൾ വരേണ്ടത്. ഭഗവത് സിംഗും ലൈലയുമെന്ന രണ്ട് സാധാരണക്കാർ. ആളുകളോടൊത്തൊക്കെ നല്ല പെരുമാറ്റം. സമൂഹത്തിന് ദോഷം വരുന്ന ഒരു പ്രവൃത്തിയിലും ഇടപെടാത്ത മാന്യമായ കുടുംബം. ഭഗവത് സിംഗ് സജീവ രാഷ്ട്രീയ പ്രവർത്തകനും നാട്ടിൽ എല്ലാവർക്കും വലിയ കാര്യമുള്ള ഒരു വൈദ്യനുമാണ്. പൈസയില്ലാതെ ചികിത്സയ്ക്ക് വരുന്നവരെ ഒരു രൂപ പോലും വാങ്ങാതെ ചികിത്സിക്കുന്ന മനുഷ്യസ്നേഹി. പെട്ടെന്നൊരു ദിവസം എല്ലാം തകിടം മറിയുന്നു. ഒരു മനുഷ്യനിൽ നിന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ ചെയ്തവരായി അവർ മാറുന്നു. ലൈലയ്ക്ക് ചില കടുത്ത വിശ്വാസങ്ങളുണ്ടായിരുന്നു. ഭഗവത് സിംഗിനും എതിരഭിപ്രായങ്ങൾ ഒന്നുമില്ല. ഭഗവത് സിംഗിന്റെ ആദ്യ ഭാര്യയുടെ മകളെ പഠിപ്പിക്കാനായി ബാങ്കിൽ നിന്നും 8 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു. പിന്നെ ചില പൂജകൾക്കും വഴിപാടിനുമൊക്കെയായി മറ്റു ചിലരിൽ നിന്നും പല തുകകൾ വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഭാവിയിൽ ഉണ്ടാകാനിരിക്കുന്ന ഐശ്വര്യത്തിനു വേണ്ടിയാണ്. അങ്ങനെ പോകവെയാണ് ഷാഫിയെ കണ്ടുമുട്ടുന്നത്. ഷാഫിയെ സംബന്ധിച്ചിടത്തോളം തന്റെ ലൈംഗിക വൈകൃതങ്ങളെ സംതൃപ്തിപ്പെടുത്തലും കാശുണ്ടാക്കലുമാണ് ലക്ഷ്യം. അങ്ങനെ പുതിയ ഇരകൾക്കായി കാത്തിരിക്കുമ്പോഴാണ് ലൈലയും ഭഗവത് സിംഗും വലയിൽ ചാടുന്നത്. അധികാരമാണ് മനുഷ്യന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ലഹരിയെന്ന് പല സാമൂഹിക ചിന്തകരും പറഞ്ഞിട്ടുണ്ട്. തനിക്കെതിരെ ഒരക്ഷരം ഉരിയാടാതെ പറയുന്നതെന്തും അനുസരിക്കുന്ന രണ്ടുപേരുടെ മുകളിലുള്ള അധികാരത്തിൽ നിന്നുണ്ടാകുന്ന ലഹരിയും ഷാഫി ആസ്വദിച്ചിരിക്കണം. ഒരു വിധത്തിലും മൂല്യങ്ങളും ഉൾക്കാഴ്ചയുമില്ലാത്ത അന്ധമായ വിശ്വാസമെന്നത് ബ്ലാക്ക് ഹോൾ പോലെയാണ്. ഗുരുത്വാകർഷണത്തിന്റെ ഏറ്റവും ഉയർന്ന ഇടമാണ് ബ്ലാക്ക് ഹോൾ എന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്. അതിലേക്ക് എന്തു ചെന്നാലും ആകർഷിക്കപ്പെടും. അന്ധവിശ്വാസത്തിന് അടിമപ്പെട്ട മനസ്സും അതുപോലെയാണ്. ഒരുവിധ ചോദ്യങ്ങളുമില്ലാതെ പറയുന്നതെന്തും അനുസരിക്കും. അതുകൊണ്ടാണ് ഷാഫി നരബലിക്ക് നിർദ്ദേശിക്കുമ്പോൾ അത് മറ്റൊരാളുടെ ജീവനെ ഹനിക്കുകയല്ലേ, അവരെ ആശ്രയിക്കുന്നവരുടെയും സ്നേഹിക്കുന്നവരുടെയും ജീവിതത്തെ ഇരുട്ടിലാഴ്ത്തുകയല്ലേ. ഇതിനെല്ലാം അപ്പുറം ഒരാളെ കൊല്ലുക എന്ന സാമൂഹിക തിന്മയിലൂടെ എങ്ങനെയാണ് സ്വന്തം ജീവിതത്തിൽ നന്മയുണ്ടാവുക തുടങ്ങി ഒരു സാധാരണ മനുഷ്യന് തോന്നാവുന്ന ചോദ്യങ്ങളൊന്നും അവർക്കുള്ളിൽ ഉണ്ടാകാത്തത്. അത് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് ഷാഫി അതിന് മുതലെടുത്തത്. എല്ലാ മനുഷ്യരും നല്ലൊരു ജീവിത സാഹചര്യമുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് രാവെന്നും പകലെന്നുമില്ലാതെ അധ്വാനിക്കുന്നതും തങ്ങളെ സ്നേഹിക്കുന്നവരെ വിട്ട് മൈലുകൾക്കപ്പുറം പോയി ജോലികൾ ചെയ്യുന്നതും കക്കൂസ് കഴുകുന്നതും ഓട വൃത്തിയാക്കുന്നതുമെല്ലാം. മറ്റുള്ളവന്റെ പണം അന്യായമായി കട്ടുതിന്നാൻ ആർക്കും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ആർത്തി എല്ലാ മനുഷ്യരിലുമുള്ള വികാരം തന്നെയാണ്. ഇഷ്ടമുള്ള ഭക്ഷണം വയറുനിറയെ കഴിക്കാനും ആഡംബരമായ കാറുകളിൽ യാത്ര ചെയ്യാനും വലിയ സുഖസൗകര്യങ്ങൾ ഉള്ള വീടുകളിൽ കഴിയാനും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഈ ആഗ്രഹങ്ങളെല്ലാം തന്നെ ശക്തിയായി വലിച്ചു കെട്ടിയ ഒരു നൂല് പോലെയാണ്. അമിതമായ ആഗ്രഹങ്ങൾ ആ കെട്ടിനുമേലുള്ള സമ്മർദ്ദം കൂട്ടുകയും സ്വാഭാവികമായി അത് പൊട്ടിപ്പോവുകയും ചെയ്യും. ആ നൂല് സൂചിപ്പിക്കുന്നത് നമ്മുടെ ധാർമ്മിക ബോധത്തെയും സാമൂഹിക മൂല്യങ്ങളെയുമാണ്. അത് പൊട്ടിയാൽ തങ്ങളുടെ ആഗ്രഹത്തിനു വേണ്ടി എന്തും ചെയ്യാനും ആരെ കൊല്ലാനും അവർ സന്നദ്ധരാകും. അതാണ് നമുക്ക് ഇലന്തൂരിൽ കാണാൻ കഴിയുന്നത്.